പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഒരു റാപ്പപ്പ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മന്ത്ലി റാപ്പപ്പ് മുതലായവയൊക്കെ ഇടുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് കുറേ നാളായി. അപ്പം ഞാൻ അധികം പുസ്തകങ്ങൾ ഇപ്പോൾ വായിക്കുന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ ചാനലിനൊരു കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 2025 ആദ്യത്തെ 6 മാസം വായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള അഭിപ്രായമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ കുറച്ച് പുസ്തകങ്ങളെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ 6 മാസം കൊണ്ട് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 6 മാസം, അതായത് 2025 ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ വായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള അഭിപ്രായമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വായിച്ചു കഴിഞ്ഞ ഓർഡറിലാണ് ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നത്. കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന്, ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് വായിച്ച പുസ്തകം ഏതാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ വായിച്ചത് ഈ ബുക്കാണ്. ഇത് ഞാൻ കുറച്ച് പൊതിഞ്ഞ് സൂക്ഷിച്ചാണ്. എന്താ പറയുക, 2024 കലണ്ടറാണ്. അതെടുത്ത് വെച്ച് പോയി 2025 വായിച്ചു. ആദ്യം വായിച്ച പുസ്തകം എന്ന് പറയുന്നത് ആൻഡ്രേ തർക്കോസ്കി, ജീവിതവും ചലച്ചിത്രങ്ങളും, എഴുതിയിട്ടുള്ള എസ് ജയേന്ദ്രൻ നായർ. എസ് ജയേന്ദ്രൻ നായർ എന്ന് പറയുന്നത് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനും എഡിറ്ററും പിന്നെ സിനിമാ പ്രവർത്തകനും ഒക്കെയാണ്. അദ്ദേഹം ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് എസ് ജയേന്ദ്രൻ നായർ. അപ്പം ഇതൊക്കെ എനിക്ക് ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ് എനിക്ക് ആ വിവരങ്ങളൊക്കെ കിട്ടിയത്. കാരണം ഞാൻ ആദ്യം ഈ പുസ്തകം ഇത് വളരെ നാളുകൾക്ക് മുമ്പ് വാങ്ങിയതാണ്. ഈ വർഷം തുടക്കത്തിലാണ് ഇത് വായിച്ചത്. അപ്പം നിങ്ങൾ ആൻഡ്രേ തർക്കോസ്കി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഈ പുസ്തകം വായിച്ചിട്ട് ഒരു കാര്യമില്ല. അതാണ് എനിക്ക് ഈ പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. അതായത് ഈ ആൻഡ്രേ തർക്കോസ്കി എന്ന് കേൾക്കുകയും അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്കൊരു മുൻധാരണയും പിന്നെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളൊക്കെ കാണുകയും അതിനെപ്പറ്റി ഒരു മുൻധാരണയും ഉണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് വളരെ വിരസമായൊരു വായനയായിട്ടായിരിക്കും തോന്നുക. അപ്പോൾ ഈ ആൻഡ്രേ തർക്കോസ്കിയുടെ സിനിമകൾ കാണാൻ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മോസ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അത് റഷ്യൻ ഫിലിംസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിനകത്ത് ആൻഡ്രേ തർക്കോസ്കി ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ 5 പടങ്ങൾ, അതായത് അദ്ദേഹത്തെ മൊത്തം 7 സിനിമകൾ മാത്രമേ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം 8ാമത്തെ സിനിമയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യേണ്ട വ്യക്തിയായിരുന്നു, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 5 സിനിമകൾ മോസ് ഫിലിംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അത് കണ്ട് ആൻഡ്രേ തർക്കോസ്കിയെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിക്കാം. അല്ലെങ്കിൽ ഇതൊരു വിരസമായ വായനയായിരിക്കും. 5ൽ 3 എൻ്റെ റാങ്കിങ്. കാരണം അത്ര ഭയങ്കര സംഭവം എന്ന് പറയാനില്ല. നമുക്ക് ആൾറെഡി ആൻഡ്രേ തർക്കോസ്കിയെ പറ്റി അറിയാം. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കണ്ടു. പിന്നെ ഞാനാണെങ്കിൽ കൂടുതലും വീഡിയോ എസ്സേസൊക്കെ യൂട്യൂബിൽ ഈ പടങ്ങൾ കാണുന്നതിന് മുമ്പേ തന്നെ വീഡിയോ എസ്സേസ് കണ്ട് ഒരുപാട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുമല്ലോ, ഈ പടം കാണാം, ഇത് മാത്തായ പടമാണ്, ഇത് അങ്ങനെയൊക്കെ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോ എസ്സേസ് കണ്ട് ആൾറെഡി എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു പടങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ ഞാനത് പടങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിട്ടുള്ള പടങ്ങളെല്ലാം കണ്ടു. അപ്പോൾ അതുകൂടാതെ ഈ പുസ്തകം എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഞാനത് ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞ സമയത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. കണ്ടപ്പോൾ ഇപ്പോഴാണ് വായിച്ചത്. അപ്പം താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. താല്പര്യമുള്ളവർക്കെന്ന് പറഞ്ഞാൽ ആൻഡ്രേ തർക്കോസ്കിയെ പറ്റി അറിയാവുന്നവർക്ക്, അവരുടെ സിനിമ കണ്ടിട്ടുള്ളവർക്കും ഇത് നന്നായിട്ട് തോന്നും. അല്ലെങ്കിൽ വളരെ വിരസമായ വായനയായിരിക്കും ഒരു മുൻധാരണയില്ലെങ്കിൽ. ഇത് ഒരു 5ൽ 3 കൊടുക്കാവുന്ന ഒരു ബുക്കാണ് ആൻഡ്രേ തർക്കോസ്കി, ജീവിതവും ചലച്ചിത്രവും, എസ് ജയേന്ദ്രൻ നായർ. ഈ റേറ്റിംഗ് എല്ലാം പേഴ്സണലാണ്. അടുത്തത് ഫിലിപ്പ് കെ ഡിക്ക് എഴുതിയ അവർ ഫ്രണ്ട്സ് ഫ്രം ഫ്രോലിക്സ് എന്ന് പറയുന്ന ഫ്രോലിക്സ് 8 എന്ന് പറയുന്ന അവർ ഫ്രണ്ട്സ് ഫ്രം ഫ്രോലിക് 8 എന്ന് പറയുന്ന ഒരു നോവലാണ്. ഇത് ഫിലിപ്പ് കെ ഡിക്ക് എന്ന് പറയുന്നത് ആൾറെഡി വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ റൈറ്ററാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ ഇദ്ദേഹം ആമുഖങ്ങൾ ആവശ്യമില്ലാത്തൊരു റൈറ്ററാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അത്ര അറിയപ്പെടാത്ത ഒരു നോവലാണ് അവർ ഫ്രണ്ട്സ് ഫ്രം ഫ്രോലിക്സ്. അല്ലെങ്കിൽ അത്രയും ഫേമസ് അല്ലാത്ത നോവലാണ്. ഞാനിങ്ങനെ എവിടെയോ കണ്ട സമയത്ത് ഞാൻ കണ്ടപ്പം ഇത് ഡിസ്കൗണ്ട് സെയിലോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കുന്ന കഥയാണ്. അതിനകത്ത് 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഫ്യൂച്ചറിൽ ഭൂമിയിൽ 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ, 2 പറയുന്നത് ടെലികൈനറ്റിക് പവറുള്ള ആൾക്കാർ, 3 പറയുന്ന കുറച്ചും കൂടെ സൂപ്പർ പവറുള്ള ആൾക്കാർ. അപ്പം അങ്ങനെ 3 കാറ്റഗറി ഓഫ് ആൾക്കാരുള്ള ഒരു ഫ്യൂച്ചറിലാണ് കഥ നടക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒരു അപ്പം ഈ സ്വാഭാവികമായിട്ടും ഈ സൂപ്പർ ഹ്യൂമൻ പവറുള്ള ആൾക്കാരായിരിക്കും എർത്ത് മൊത്തം ഭരിക്കുന്നത്. പിന്നെ ടെലികൈനറ്റിക്സ് ഉള്ള, അതെന്ന് വെച്ചാൽ അത്രയും കഴിവില്ലാത്ത എന്നാൽ
അതിനേക്കാൾ താഴെ കഴിവുള്ള ആൾക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിൽ പലരും ഉണ്ട്. അപ്പം ഈ ടെലികൈനറ്റിക് എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്നതാണ്. അതായത് സാധാരണ ആൾക്കാർക്ക് ജനിക്കുന്ന മക്കൾക്കും എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ടെലികൈനറ്റിക് പവർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പല ആൾക്കാർ അവരുടെ എന്താ പറയുക മക്കളെ, ഇപ്പോൾ പേരൻസ് നോർമലാണെങ്കിൽ എന്താ പറയുക സാധാരണ മനുഷ്യരാണെങ്കിൽ പോലും അവരുടെ മക്കൾക്ക് ഈ ടെലികൈനറ്റിക്സ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടുകയും അങ്ങനെ ഒരു എന്താ പറയുക ലൈഫിലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിനെതിരെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ എന്താ പറയുക ഇങ്ങനെയുള്ള എല്ലാവർക്കും തുല്യത വേണം മറ്റേതാണ് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ ഫ്രോലിക് സൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ഇവരെക്കാളും, അതായത് ഭൂമിയിലുള്ള മനുഷ്യരെക്കാളും സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏലിയൻസിൻ്റെ സഹായം തേടുന്നതാണ്. എർത്തിലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായം തേടുന്നതാണ് ഈ നോവൽ. അപ്പോൾ എർത്തിലെ ഇപ്പം അതായത് ഫ്യൂച്ചറിലുള്ള എർത്താണ്, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. കൂടാതെ ഇതിലൊരു റിബൽസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ റിബലിലെ ഒരു ഹീറോ അല്ലെങ്കിൽ റിബൽസിൻ്റെ നേതാവ് ഒരു സ്പേസ് ഷിപ്പിൽ പോയിരിക്കുകയാണ്. ഒരു എന്താ പറയുക ഇവിടെയുള്ള ആ യൂണിവേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഏലിയനെ തേടി തിരിച്ച് എന്താ പറയുന്നത് ഈ എർത്തിലെ സിസ്റ്റംസൊക്കെ പഴയതുപോലെ ആക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യതയൊക്കെ വരാൻ വേണ്ടി, അങ്ങനെയാണ് ഈ കഥ. അപ്പോൾ എന്തായി എന്നുള്ളത് അവസാനം നമുക്ക് മനസ്സിലാവും. ഞാനൊരു 5-3 കൊടുക്കുന്നുള്ളൂ. വലിയ എന്താ പറയുക ഭയങ്കര സംഭവമൊന്നുമല്ല. അടുത്തതെന്ന് പറയുന്നത് സ്റ്റീഫൻ കിങ്ങിൻ്റെ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന നോവലാണ്. ഇത് വലിയൊരു നോവലാണ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ അദ്ദേഹം എഴുതിയൊരു നോവലാണ്. അത്ര ഫേമസ് ആയിട്ടുള്ള നോവലല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3 സ്റ്റോറി ലൈനാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് 4 ഫ്രണ്ട്സും പ്ലസ് ഒരു 5ാമതൊരു ഫ്രണ്ടും കൂടെ ഉള്ള ഒരു സ്റ്റോറി ലൈനാണ്. അതായത് 4 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു സ്കൂളിൽ 4 ഫ്രണ്ട്സ് ഉണ്ട്. കൊച്ചുനാൾ തൊട്ടേ അവർ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ സ്കൂളിൽ വെച്ച് മറ്റൊരു സ്കൂളിലെ ഒരു അത്ര മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള ഒരു പയ്യനുമായിട്ട് പരിചയപ്പെടും. ആ മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ലൈൻ എന്ന് പറയുന്ന ഒരു ടെലികൈനറ്റിക് പവർ ഉണ്ട്. അപ്പോൾ ഈ പയ്യന് സൂപ്പർ ഹ്യൂമൻ പവർ ഉണ്ടെന്നുള്ളത് ഈവൻ ദോ ഹീസ് മെൻ്റലി ഡിസേബിൾഡ് ആണെങ്കിൽ പോലും ഈ സൂപ്പർ ഹ്യൂമൻ പവർ ഉള്ളത് ഈ 4 പേർക്ക് മനസ്സിലാവുകയും അവർക്ക് അതിനുള്ള പല സന്ദർഭങ്ങളിൽ അത് അവർക്ക് അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്താ പറയുക ഇത് മനസ്സിലാക്കാനുള്ള. അങ്ങനെ അവരിത് മനസ്സിലാക്കുകയും ഇവർക്ക് ഈ സ്വപ്നത്തിൽ ഈ 4 പേരേക്കും ഒന്നിച്ച് ഒരേ സ്വപ്നം തന്നെ കാണും. ലൈക്ക് പണ്ടിലെ പഞ്ചാബി ഹൗസിലേക്ക് പറയുന്ന പോലെ, അതായത് ഒരു സ്വപ്നത്തിൽ ഇവരെല്ലാം വരികയും ആ സ്വപ്നത്തിൽ തന്നെ പല കാര്യങ്ങളും നടക്കുന്നത് അതായത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ടെലികൈനറ്റിക്സ് വഴി അല്ലെങ്കിൽ ഈ ലൈൻ എന്ന് പറയുന്ന സിസ്റ്റം വഴി പല സ്ഥലങ്ങളിൽ പോവുകയും റിയൽ വേൾഡിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അത്ര ഭയങ്കര വേണം. രണ്ടാമത്തേന്ന് പറയുന്നത് ഏലിയൻ സ്പീഷീസാണ്. ഒരു ഏലിയൻ സ്പീഷീസ് എന്നിട്ട് ഇവരെല്ലാം ഈ കുട്ടിക്കാലം തൊട്ട് ഫ്രണ്ട്സായി ഇവർ വലുതായതിനു ശേഷം എല്ലാ വർഷവും അവർ പോകുന്ന ഒരു ഹണ്ടിങ് ട്രിപ്പുണ്ട്. എല്ലാ വർഷവും കുട്ടിക്കാലം തൊട്ടേ പോകുന്നതാണ്. അങ്ങനെ ഇവർ മുതിർന്ന് കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയതിനു ശേഷവും ഈ ഹണ്ടിങ് ട്രിപ്പിൽ എല്ലാ വർഷവും പോകാറുണ്ട്. ഈ 4 പേര് മാത്രം. മറ്റവൻ കുറച്ച് മെൻ്റലി ഡിസേബിൾ ആയതുകൊണ്ട് അവനെ ഇതിന് കൂട്ടാറില്ല. പക്ഷേ ഇവർ തമ്മിൽ ലൈനിലൊരു കണക്ഷനുണ്ട്. അതായത് ഈ ഒരു ടെലികൈനറ്റിക്സ് വഴി കണക്ഷനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അങ്ങനെ ഇവർ വലുതായി മുതിർന്നതിന് ശേഷവും ഫ്രണ്ട്സ് ആയിട്ടുള്ള ഈ 4 പേര് ഒരു ഹണ്ടിങ് ട്രിപ്പിന് പോകുന്നതാണ് ഒരു സ്റ്റോറി. അവിടെ തൊട്ടാണ് കഥ തുടങ്ങുന്നത്. പിന്നെ ഈ ഞാൻ പറഞ്ഞതെല്ലാം ഫ്ലാഷ് ബാക്കിലാണ് വരുന്നത്. തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെല്ലാം കൊണ്ട് ഒരു ഹണ്ടിങ് ട്രിപ്പ് പ്ലാൻ ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാ വർഷവും ചെയ്യുന്ന ഹണ്ടിങ് ട്രിപ്പ് തന്നെ അതിന് പ്ലാൻ ചെയ്യുകയും അവിടെ എത്തിച്ചേരുന്നതും അത് കൂടാതെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. കൂടാതെ ഇത് എന്താ പറയുന്നത് അതിൻ്റെ സൈഡായിട്ട് എന്താ പറയുന്നത് അതായത് അങ്ങനെ അവിടെ തൊട്ടാണ് കഥ തുടങ്ങുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ അവരുടെ കുട്ടിക്കാലം എല്ലാം ഫ്ലാഷ് ബാക്കിലാണ് വരുന്നത് നോവൽ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച്. ഇനി രണ്ടാമത്തെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒരു ഏലിയൻ സ്പീഷീസ് വരുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ നോവലിൻ്റെ തുടക്കത്തിൽ ഈ പത്രവാർത്തകളുടെ ഒരു ഹെഡിങ്ങുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഏലിയൻസ് വന്ന് ഇൻവേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ. എന്നാൽ അത് അൺനോൺ ഒബ്ജക്റ്റ് വന്നു അങ്ങനെയൊക്കെ, അതായത് ഏലിയൻ എന്ന് പറയാതെ തന്നെ പല ഇൻസിഡൻസ് ഒരു പത്രവാർത്ത കട്ടിങ് തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കഥയങ്ങ് തുടങ്ങും, ഈ കൂട്ടുകാരുടെ കഥയങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ഏലിയൻസ് ക്യാമ്പിങ് ചെയ്യുന്ന സ്ഥലത്ത് ഏലിയൻസിൻ്റെ ഒരു ഷിപ്പ് വരികയും അതിൽ അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു പട്ടാളക്കാരായിട്ടുള്ള കുറച്ച് പ്രത്യേകിച്ച് ഭയങ്കര എന്താ പറയുക വില്ലനസ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരൻ, ഒരു മേജറിൻ്റെ അണ്ടറിലാണ് ഈ പട്ടാളക്കാരെല്ലാം വരുന്നത്. അപ്പോൾ ഈ പട്ടാളക്കാരെല്ലാം വരികയും ഏലിയൻസിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അതിൽ ഒരു ഏലിയൻ മാത്രം ഈ 4 കൂട്ടുകാരിൽ ഒരാളുടെ ശരീരത്തിൽ കയറിയും അവൻ്റെ ശരീരം കൺട്രോൾ ചെയ്ത് എന്താ പറയുന്നത് ഈ ഏലിയൻ സ്പീഷീസിൻ്റെ സ്പോർസ് ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി ചെയ്യും. അതായത് ഏലിയൻ സ്പീഷീസ്
എന്താ പറയുക ഒരാളുടെ ശരീരത്തിൽ കയറി അയാളെ ഉപയോഗിച്ച് ഈ 4 ഫ്രണ്ട്സിൽ ഒരാളെ ഉപയോഗിച്ച് ലോകം മുഴുവൻ ഏലിയൻ സ്പീഷീസിൻ്റെ സ്പോർസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. അതാണ് ഒരു സ്റ്റോറി ലൈൻ. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പട്ടാളക്കാരൻ, അതായത് ഈ എസ്കേപ്പായി പോയ ഏലിയൻ നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ ശരീരത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഏലിയനെ അറ്റാക്ക് ചെയ്ത് ഈ ഏലിയനെ കൊല്ലും, അതായത് ഈ ഫ്രണ്ടിനെ കൊല്ലുന്ന വഴി ഏലിയനും ചാവുമെന്ന് പറഞ്ഞിട്ട് ഈ പട്ടാളക്കാരൻ ഇത് അറിയുന്നു, ഇവൻ ചാടിപ്പോയ വിവരം, ഈ ഏലിയനെ ചാടിപ്പോയ വിവരം. ഉടനെ പട്ടാളക്കാരും ഒരു ഗ്രൂപ്പ് ചേസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കൂട്ടുകാരൊരു ഒരു 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 ഇതിൽ പോകുന്നു. ഏലിയൻ മുമ്പേ പോകുന്നു, 2 ആൾക്കാർ ചേസ് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ഉള്ളതാണ് നോവലിൻ്റെ കഥ. ഇപ്പോൾ ഡ്രീം ക്യാച്ചറാണ്, ലെന്തി നോവലാണെന്ന് ഒരുപാട് ഡിസ്ക്രിപ്ഷനാണ്. പിന്നെ കുറേ എന്താ പറയുന്നത് ഭയങ്കര ഗോർ ഇല്ലെങ്കിലും കുറേയൊക്കെ ഗോറുണ്ട്. അതായത് ഈ ചില ബ്ലഡും മറ്റ് ഇങ്ങനെ നമ്മളെ ഇതാക്കുന്ന ഒരു കാര്യങ്ങൾ ഗോർ എന്നുള്ള സംഭവം, ആ സംഭവം ഇതിനകത്തുണ്ട്. പക്ഷേ അത് അത്ര ഒരു ലൈറ്റായിട്ടേ ഉള്ളൂ. അതായത് ഭയങ്കര നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്ന ആ ലെവലിലില്ല. പക്ഷേ സ്റ്റീഫൻ കിങ്ങിൻ്റെ പല നോവലുകളിലും ഭയങ്കരമായിട്ട് ഗോറുണ്ട്. ചില ഹൊററിലൊക്കെ ഭയങ്കര ഗോറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഗോറുണ്ട്, പക്ഷേ ആ ബ്ലഡ് ചീറ്റുന്നതും എന്താ പറഞ്ഞത് ആൾക്കാർ പൊട്ടിത്തെറിക്കുന്നതും അങ്ങനെ ബാത്റൂം സീനുകളും അങ്ങനെ ഗോർ കുറേ സീനുകളിൽ ഗോറുണ്ട്. അത്ര വില, പക്ഷേ ഇത് കുറേ ഡിസ്ക്രിപ്റ്റീവാണ്, ലോങ് ആണ്. ഞാൻ സ്റ്റീഫൻ കിങ്ങിൻ്റെ മറ്റ് നോവലുകളൊന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് സ്ഥിരം പുള്ളിയുടെ ഒരു അവതരണ രീതിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര ലോങ് ഡിസ്ക്രിപ്ഷൻസും ഒരു സീൻ തന്നെ കഴിയാം, ഒരു ചാപ്റ്ററൊക്കെ കഴിയാൻ എത്ര സമയം എടുക്കുമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ സീനാണെങ്കിലും ആളുകൾ നടക്കുന്നതും അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ അങ്ങനെ ഡിസ്ക്രിപ്ഷനായിട്ട് കുറേ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. വായിക്കുമ്പോൾ നമുക്ക് ഇതെന്താ കഥ മുന്നോട്ട് നീങ്ങാത്ത എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് വായിച്ചിട്ട് ഞാൻ ഈ വർഷം തുടക്കം വായിച്ചാണെങ്കിൽ പോലും പല സീനുകളും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ആ സീനുകളെ ഗ്രാബ് ചെയ്യുന്ന കുറേ സീനുകൾ എന്താ പറയുക ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ പോലും എഴുതാനായിട്ട് സ്റ്റീഫൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഓവറോൾ ഞാനൊരു 5-ൽ 3 മാത്രമേ കൊടുക്കുന്നുള്ളൂ, ജസ്റ്റ് എബവ് ആവറേജ്. അടുത്തതെന്ന് പറയുന്നത് ആരാണ് എഴുതിയത്? ഗീതാകൃഷ്ണൻ എഴുതിയ ലോകത്തെ നടുക്കിയ കൊലപാതകങ്ങൾ. അപ്പോൾ ലോകത്തെ നടുക്കിയ കൊലപാതകങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ ബുക്കിൻ്റെ ടൈറ്റിൽ കുറച്ച് എന്താ പറയുക മിസ്ലീഡിങ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ലോകത്തെ നടുക്കിയ സീരിയൽ കില്ലേഴ്സ് എന്നായിരുന്നു ശരിക്കും ഇതിൻ്റെ ടൈറ്റിൽ വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര ചാപ്റ്റർ ഉണ്ട്? കുറേ ചാപ്റ്റർ ഉണ്ട്. 20 ചാപ്റ്റർ ഉണ്ട്. 20 ചാപ്റ്ററുകളായിട്ട് 20 സീരിയൽ കില്ലേഴ്സിനാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതായത് ഇതിൻ്റെ കവറിൽ തന്നെ ഓരോരോ സീരിയൽ കില്ലേഴ്സിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ലോകത്തെ നടുക്കിയ കൊലപാതകങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും, ഗാന്ധിജിയെ അസാസിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ്ങിനെ അസാസിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ജോൺ എഫ് കെന്നഡി അസാസിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ ലോകത്തെ നടുക്കിയ കൊലപാതകങ്ങൾ, ഓരോരോ കൊലപാതകങ്ങളെയാണ് അദ്ദേഹം ഡിസ്ക്രിപ്ഷൻ ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ ചിന്തിച്ചിരുന്നത്. കൊലപാതകങ്ങൾ, അതായത് ഫേമസ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ. പക്ഷേ ഇതിനകത്ത് വന്നിട്ടുള്ളത് ഓരോ ചാപ്റ്ററും ഓരോ സീരിയൽ കില്ലറിനെ പറ്റിയാണ്. അപ്പോൾ അവർ എത്ര കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്, ആരെയൊക്കെ കൊന്നതായിട്ട് തെളിയപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണ് അവരെ പിടിച്ചത്, എന്നിട്ട് അവരെങ്ങനെയാണ് അവരെ വിചാരണ ചെയ്ത് കൊന്നത്, ചില ആൾക്കാരെയൊക്കെ വിചാരണ ചെയ്ത് കൊന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ചിലർക്ക് ജീവപര്യന്തം തടവ് കിട്ടി, അതൊക്കെ അങ്ങനെ ഓരോ ചാപ്റ്ററും ഓരോ സീരിയൽ കില്ലേഴ്സിനെ പറ്റിയാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഇതെല്ലാം ഫുൾ വിക്കിപീഡിയ നോളജാണ്. പക്ഷേ എന്താ പറയുക, ഒരു വിക്കിപീഡിയ ഇരുന്ന് വായിക്കാൻ നമുക്ക് പറ്റുന്നത് കാരണം പക്ഷേ ഇതൊരു ഫോക്കസ്ഡ് ബുക്കാണ്. താല്പര്യമുള്ളവർക്ക് വായിക്കാം. സീരിയൽ കില്ലേഴ്സിനെ പറ്റിയാണ്, ഈ കൊലപാതകങ്ങൾ അല്ല, സീരിയൽ കില്ലേഴ്സ്. ഓരോ ചാപ്റ്റർ ഓരോ സീരിയൽ കില്ലേഴ്സിനെ പറ്റിയാണ്. ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടും ഓരോ സീരിയൽ കില്ലറിനെ പറ്റി. ഇതും 5-ൽ 3 എബവ് ആവറേജ് തന്നെയാണ്. ബട്ട് നത്തിങ് എന്തോ ഭയങ്കര സംഭവം ഒന്നും പറയാനില്ല. ഇറ്റ് ഡെലിവേഴ്സ് വാട്ട് ഇറ്റ് പ്രോമിസസ്. അടുത്തത് ബഷീർ ക്വിസാണ്. എഴുതിയിട്ടുള്ളത് കിള്ളൂർ രാധാകൃഷ്ണനാണ്. പരിഷ്കരിച്ച് വിപുലീകരിച്ച 3ാം പതിപ്പ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് 5-ൽ 3 ബുക്കാണ്, എബവ് ആവറേജ് ബുക്കാണ്. ഇതിൻ്റെ മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ബഷീർ ക്വിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതുതായിട്ട് അങ്ങനെയുള്ളതല്ല. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളിലുള്ള, ഇപ്പം പാത്തുമ്മയുടെ ആടിൽ ബഷീർ തന്നെ പറയുന്ന കാര്യങ്ങളാണല്ലോ. പാത്തുമ്മയുടെ ആടിൽ ഇപ്പോൾ ഒരു സന്ദർഭം വിവരിക്കുകയാണ്, ഇന്ന സന്ദർഭം നടന്നപ്പോൾ ബഷീർ എന്താണ് ചെയ്തത്. അപ്പോൾ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്താണ് ബഷീർ ചെയ്തത്. പക്ഷെ അങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് ചില ചോദ്യങ്ങൾ വരുന്നത്. 1 വേർഡ് ആൻസേഴ്സ് അല്ല കുറേ ചോദ്യങ്ങൾ. പിന്നെ എന്നാണ് ജനിച്ചത്, അങ്ങനെ ബഷീറിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് മിക്കവാറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഇൻഫർമേഷൻ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ പുള്ളി ഒരു ക്വിസ് രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ബഷീർ ക്വിസ് എന്നാണ് ബുക്കിൻ്റെ പേര്. കിള്ളൂർ രാധാകൃഷ്ണൻ, 5-ൽ 3. അടുത്തത്
വെൽഷ് കഥകൾ, വെൽഷ് ചെറുകഥകൾ. ഇതെന്ന് പറയുന്നത് എന്തുവായിരുന്നു? ഇതെന്ന് പറയുന്നത് വെൽഷ് എന്ന് പറയുന്നത് ബ്രിട്ടനിലുള്ള, അതായത് UK യുണൈറ്റഡ് കിങ്ഡം എന്ന് നമ്മൾ പറയുന്നതിനകത്ത് 3 രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് സ്കോട്ട്ലൻഡ്, ലണ്ടൻ, പിന്നെ നമ്മളുടെ വെൽഷ് എന്ന് പറയുന്ന രാജ്യം. അങ്ങനെ 3 രാജ്യങ്ങൾ ചേർന്നാണ് യുണൈറ്റഡ് കിങ്ഡം വരുന്നത്. അപ്പോൾ അതിലെ ഒരു വെൽഷ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സംസാരിക്കുന്ന വെൽഷ് ഭാഷയിൽ എഴുതപ്പെട്ട ചെറുകഥകളുടെ മലയാളം ട്രാൻസ്ലേഷനാണ് കറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ബുക്ക് എന്ന് പറയുന്നത് ആധുനികം ഉത്തരാധുനികം എന്ന് പറയുന്ന ടൈപ്പ് കഥകളാണ്. ഒരു ചുക്കും ചുണ്ണാമ്പും എനിക്ക് മനസ്സിലായില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് 5ൽ 2 മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. എനിക്ക് മനസ്സിലായില്ല ഒന്നും. എല്ലാം ഒരുമാതിരി എന്താ പറയുക, അന്തോ കുന്തോ ഇല്ലാത്ത കഥകളാണ് കംപ്ലീറ്റ്. പക്ഷേ തീർച്ചയായിട്ടും ലോകപ്രശസ്തരായ വെൽഷ് എഴുത്തുകാർ എഴുതിയ കഥകളാണ്. ഞാൻ മണ്ടനായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ 5ൽ 2 കൊടുക്കുന്നു. അടുത്തത് ബ്ലോക്ക് 46 എന്ന് പറയുന്ന ഒരു കുറ്റാന്വേഷണ നോവലാണ്. ജൊഹാന ഗസ്താസൺ എന്ന് പറയുന്ന ആളെഴുതിയ ബ്ലോക്ക് 46 എന്ന് പറയുന്ന നോവലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കിടിലൻ നോവലാണ്. ഒരു രക്ഷയില്ല, വാട്ട് എ നോവൽ. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു നാസിസം, അതായത് എമിലി റോയി അതുപോലെ അലക്സിസ് എന്ന് പറയുന്ന 2 കുറ്റാന്വേഷകർ, 2 ഫീമെയിൽസാണ്. ഇവർ 2 പേരും കൂടെ ചേർന്നിട്ട് കേസ് അന്വേഷിക്കുന്നതായിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് നാസിസം ഹിസ്റ്ററി, ഒരു ചാപ്റ്ററിൽ ഹിസ്റ്ററി, നാസിസത്തെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി ഇങ്ങനെ പാരലായിട്ട് പോകും. അതായത് അലക്സിസിൻ്റെ ഒരു കൂട്ടുകാരി ക്രൂരമായിട്ട് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അലക്സിസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രൂ ക്രൈം റൈറ്ററാണ്. അവർ പോലീസ് ഓഫീസറല്ല. പക്ഷേ എമിലി റോയ് ഒരു പ്രൊഫൈലറാണ്, സീരിയൽ കില്ലറിനെ പ്രൊഫൈൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താ പറയുന്നത്, സീരിയൽ കില്ലറിനെ പ്രൊഫൈൽ ചെയ്യുന്ന അവരും ഈ അലക്സിസിൻ്റെ കൂട്ടുകാരിയാണ് മരിച്ചതുകൊണ്ട് അലക്സിസും ഈ കേസിൽ ഇൻവോൾവ് ആവുകയാണ്. ഇവർ 2 പേരും കൂടെ ചേർന്ന്, പിന്നെ ബാക്കി ഒരുപാട് പോലീസുകാരുണ്ട് കേട്ടോ. ഇത് പല സ്ഥലങ്ങളിലൊക്കെയാണ് കൊലപാതകം നടക്കുന്നത്. ഒന്ന്, ഈ എഴുത്തുകാരി ഒരു സ്വീഡിഷ് എഴുത്തുകാരിയാണ്, സ്വീഡനിലുള്ള എഴുത്തുകാരിയാണ്. അതുകൂടാതെ എഴുത്തുകാരി ഇപ്പം കല്യാണം കഴിച്ച് താമസിക്കുന്നത് ലണ്ടനിലാണ്. അപ്പം ലണ്ടനും സ്വീഡിഷും പുള്ളിക്ക് നല്ല കാര്യം അറിയാം രാജ്യങ്ങൾ. അപ്പോൾ ഈ ഒരു കൊലപാതകം നടക്കുന്നത് സ്വീഡനിലാണെങ്കിൽ അടുത്ത കൊലപാതകം നടക്കുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ലണ്ടനിലുള്ള കുറച്ച് പോലീസുകാരും സ്വീഡനിലുള്ള പോലീസുകാരെ എല്ലാം നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. കുറേ ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതുകൂടാതെ എമിലി റോയി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലർ, അവരെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ക്രൂരമായ 3-4 കൊലപാതകങ്ങൾ, അപ്പോൾ സീരിയൽ കില്ലിംഗ് ആണ്. നമ്മൾ കഥ തുടങ്ങുന്നത് അലക്സിസിൻ്റെ കൂട്ടുകാരിയുടെ കൊലപാതകത്തോടുകൂടിയാണ് കഥ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇവരെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷേ ഈ കൂട്ടുകാരിയുടെ കൊലപാതകം കഴിയുമ്പോൾ എമിലി റോയ് ഈ കേസിലേക്ക് വരുമല്ലോ. അപ്പോൾ എമിലി റോയ് എന്തുകൊണ്ട് കേസിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേ സിമിലർ പാറ്റേണിൽ, അത് ക്രൂരമായ കൊലപാതകമാണ്, ഇതേ സിമിലർ പാറ്റേണിൽ മറ്റ് 2 കൊലപാതകങ്ങളുടെ പല സ്ഥലങ്ങളിലായിട്ട് നടന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ കൊലപാതകം നടക്കുകയും അതേ പാറ്റേണിലുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നത്. കുട്ടികളെയാണ് ഈ സീരിയൽ കില്ലർ മെയിനായിട്ട് കൊല്ലുന്നത്. കൂടാതെ ഈ പെൺകുട്ടിയെയും കൊന്നു. അപ്പം ഈ പാറ്റേൺ, അതായത് എങ്ങനെയാണ് ഒരാളെ എന്താ പറയുക, ഈ മൃതദേഹത്തെ എങ്ങനെയാണ് സീരിയൽ കില്ലർ കൈകാര്യം ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് മറവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു പാറ്റേൺ സെയിം ആയതുകൊണ്ടാണ് എമിലി റോയ് ഈ കേസിലേക്ക് വരുന്നത്. അങ്ങ് അലക്സിസിൻ്റെ കൂട്ടുകാരി ആയതുകൊണ്ട് അലക്സിസും ഈ കേസിലേക്ക് വരുന്നു. പിന്നെ അങ്ങനെ 2 പേരും കൂടെ കേസ് അന്വേഷിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ചാപ്റ്റർ ഇടപെട്ട് നാസി തടങ്കൽ പാളയത്തിൽ നടക്കുന്ന കുറേ കഥകളും ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് പിന്നെ അവസാനമാണ് ഈ നാസി തടങ്കൽ പാളയത്തിലുള്ള നടക്കുന്ന സംഭവങ്ങളും ഈ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേയിൽ നടക്കുന്ന 2 കൂടെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് വരുന്നതെന്നുള്ള ബുക്കാണ്. കിടിലം. ഞാൻ വായിച്ചെൻ്റെ കിളി പാറിപ്പോയി. അത്രയ്ക്ക് നല്ല കിടിലം വർക്കാണിത്. 5 ഔട്ട് ഓഫ് 5 ആണ് ഈ ബുക്കിൻ്റെ റേറ്റിംഗ്. ബ്ലോക്ക് 46 ഹൈലി റെക്കമെൻഡഡ് ബുക്ക്. അതായത് ബെസ്റ്റ് കുറ്റാന്വേഷണം നോവൽ തന്നെയാണ് ബ്ലോക്ക് 46. വളരെ മനോഹരമായിട്ട് എഴുതപ്പെട്ട, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് ബ്ലോക്ക് 46. ഇത് അടുത്തെന്ന് പറയുന്നത് ബ്ലോക്ക് 46 ശേഷം ബ്ലോക്ക് 46 സെക്കൻഡ് പാർട്ടായിട്ട് വന്നിട്ടുള്ള നോവലാണ് കില്ലറിനകത്ത് അഗ്രവികാരങ്ങൾ ആഴങ്ങൾ. കില്ലർ ബ്രോഡ് റൂമിലെ ഹൈ സെക്യൂരിറ്റി സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ജീവൻ അടച്ചിരുന്ന ടവർ കില്ലർ റിച്ചാർഡ് 10 വർഷം മുമ്പ് 6 സ്ത്രീകൾ എഴുത്തുകാരെയും കൂട്ടുകാരെ കൊല്ലുന്നു. ക്രൈം ഫിക്ഷനെ കൊലപ്പെടുത്തിയതും കുറ്റക്കാരനെ കണ്ടെത്തി ജീവൻ അടച്ചിരുന്നു. ക്രൈം ഫിക്ഷനെ തികച്ചും കൗതുകരമായ തലത്തിലേക്ക് കൊണ്ടുപോയ അവിശ്വസനീയമായ കഴിവുള്ള ഒരു എഴുത്തുകാരുടെ 2ാമത്തെ ക്രൈം ത്രില്ലർ ആഴങ്ങൾ. കില്ലർ ബോർഡ് റൂമിലെ ഹൈ സെക്യൂരിറ്റി സൈക്കാട്രിക് ഹോസ്പിറ്റൽ മുമ്പ് 6 സ്ത്രീകൾ എഴുത്തുകാരുടെ മുൻ കൂട്ടാളി അലക്സിസ് കൃത്യങ്ങളുണ്ട്. ഒരു സെക്കൻഡ്, ഒരു കാര്യം നോക്കിക്കോട്ടെ. ഇതിലേതാണ് എമിലി റോയുടെ അലക്സിസ്? 3ാമത്തെ ഭാഗത്തിൻ്റെ 3ാം ഫ്രാങ്കോയുടെ സ്പെയിൻ സമകാലിക സ്വീഡൻ ഇടയിലുള്ള യാത്രയിലൂടെ നിങ്ങളെ കൊണ്ടുവന്ന ഈ കഥയിൽ ജോസന ഭൂതകാലം
അപ്പം ഈ ബ്ലോക്ക് 46-ൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ എമിലി റോയും അലക്സിസ് തന്നെയാണ് ഇതിനകത്തും ഹീറോ ആയിട്ട് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എമിലി റോയി എന്ന് പറയുന്നത് ശരിക്കും ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്, പോലീസിലുള്ള ഒരു പ്രൊഫൈലർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരാണ് ശരിക്കും കേസിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അലക്സിസ് ഒരു അസിസ്റ്റൻ്റ് പോലെയല്ല, അവർ ഒരു സാധാരണ പൗരനാണ്, അവരൊരു ക്രൈം ഫിക്ഷൻ എഴുത്തുകാരി എന്നേ ഉള്ളൂ. അപ്പോൾ എമിലി റോയി ആണിത് കൈകാര്യം ചെയ്ത് വേറെ ലെവലിലോട്ട് കൊണ്ടുവന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ബേസിക്കലി അതായത് ബ്ലോക്ക് 46 പോലെ തന്നെയാണ് ഇതിൻ്റെ കഥയും പോകുന്നത്. അതായത് ചരിത്രം പ്രസന്റ് ഡേയിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. അടുത്ത ചാപ്റ്ററിൽ ഒരു ചരിത്ര സംഭവം പറയുന്നു, അതിനടുത്തത് എന്താ പറയുക പ്രസന്റ് ഡേ പറയുന്നു, അതിനടുത്ത ചരിത്രം, അങ്ങനെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് പോവുകയാണ്. ബ്ലോക്ക് 46 പോലെ തന്നെ പോവുകയാണ്. അപ്പം ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ പ്രസന്റ് ഡേ കൊലപാതകം കഴിഞ്ഞിട്ട് പറയുന്ന ചരിത്രം എന്ന് പറയുന്നത് നമ്മളുടെ റിപ്പർ കൊലയാളി, അതായത് ലണ്ടനെ വിറപ്പിച്ച ജാക്ക് ദ റിപ്പർ എന്ന് പറയുന്ന കൊലയാളി നമ്മുടെ ചാപ്റ്റേഴ്സാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുന്തോറും അതായത് ബേസിക്കലി ജാക്ക് ദ റിപ്പർ കൊലപാതകം 1800-കളിൽ ലണ്ടനിൽ ഒരുപാട് സ്ത്രീകളെ കൊന്ന ഒരു വ്യക്തിയാണ് ജാക്ക് ദ റിപ്പർ. അപ്പോൾ ഭയങ്കര പ്രശസ്തനായിട്ടുള്ള ഒരു സീരിയൽ കില്ലറാണ്. അത് പല പുസ്തകങ്ങളും സിനിമയും ഡോക്യുമെൻ്ററി അങ്ങനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടിയ ഒരു സീരിയൽ കില്ലറാണ്. അധികം പേരെ 7-8 പേരെ പുള്ളി മൊത്തം കൊന്നിട്ടുള്ളൂ, പക്ഷേ ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയാണ് ഈ ഒരു നോവൽ തുടങ്ങുന്നത്, ഈ നോവൽ പരാമർശിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ലാസ്റ്റ് അവസാനം ജാക്ക് ദ റിപ്പറിനെ പറ്റി പറയുന്നുണ്ട്, പ്രസന്റ് ഡേ സീരിയൽ കൊലപാതകം പറയുന്നുണ്ട്, എമിലി റോയും അലക്സിസും പ്രസന്റ് ഡേയിൽ കേസ് അന്വേഷിക്കുന്നു, ഈ ചരിത്രം ചാപ്റ്ററായിട്ട് പോകുന്നു ബ്ലോക്ക് 46 പോലെ തന്നെ. അപ്പോൾ ഇത് അവസാനം എങ്ങനെയാണ് കണക്ട് ആവുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ജാക്ക് ദ റിപ്പർ എന്ന് പറയുന്നത് വെറുതെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് ബ്ലോക്ക് 46 വിജയിച്ച സമയത്ത് അവർക്കറിയാം, അവർക്ക് അവരുടെ നോവൽ ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടി കാണണം സ്വാഭാവികമായിട്ട്. കാരണം ബ്ലോക്ക് 46 വാട്ട് എ ബെസ്റ്റ് ബുക്കാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്കാണ്. അപ്പോൾ ആ ബുക്കിൻ്റെ എന്താ പറയുക പ്രശസ്തിയെ ഗ്രാബ് ചെയ്യാൻ വേണ്ടി അവർ തട്ടിക്കൂട്ടിയ ഒരു നോവലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ബ്ലോക്ക് 46 പോലെ ഇരിക്കും, പക്ഷേ ബ്ലോക്ക് 46-ൻ്റെ നിലവാരം ഇത് പുലർത്തുന്നില്ല. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൂടെ ഇത് ജാക്ക് ദ റിപ്പറിനെ പറ്റി പറയുന്നു, പിന്നെ എന്താ പറയുന്നത് അതിലെ തെങ്ങിനെ പറ്റി 10 വാചകം എഴുതാൻ പറയുമ്പോൾ തെങ്ങിൽ കൊണ്ട് ഒരു പശുവിനെ കെട്ടിയിട്ട് പശുവിനെ പറ്റി 10 വാചകം പറയുന്ന പോലെയാണ് ഇതിനകത്ത് ജാക്ക് ദ റിപ്പറിനെ പറ്റിയൊക്കെ കോരമായിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവസാനം എത്തുമ്പോൾ ഈ ജാക്ക് റിപ്പറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് കൊലപാതകം ചെയ്യുന്നത്, അതും ഇതുമായിട്ട് ബന്ധമില്ല. അവർ ജാക്ക് ദ റിപ്പർ കൊല ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരാളുടെ കഥയാണ് പറയുന്നത് എന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ നമുക്കൊരു നിരാശ വരും ജാക്ക് ദ റിപ്പർ നേരിട്ട് ഇതിൽ ബന്ധപ്പെടാത്തതുകൊണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. അപ്പം ഞാനൊരു 5-ൽ 3 കൊടുക്കാം, ഓക്കേഷ് എന്നേ ഉള്ളൂ. ബ്ലോക്ക് 46-ൻ്റെ അത്രയും വന്നിട്ടില്ല. ഇതേ സീരീസിലെ ബ്ലോക്ക് 46 കില്ലർ അതിൻ്റെ 3ാമത്തെ പാർട്ടാണ് അടുത്തത്. ബ്ലഡ് സോങ് എന്നാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ, ഡെത്ത് കോഡ് എന്നാണ് മലയാളം ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതും ജോഹന്ന ഗസ്താവ് തന്നെ എഴുതിയാണ്. ഇതിനകത്തും സെയിം, അതായത് ബ്ലോക്ക് 46-ൻ്റെ അതേ പാറ്റേണിൽ തന്നെ ചരിത്രം അപ്പോൾ പ്രസന്റ് ഡേയിൽ ഒരു കൊലപാതകം നടക്കും. അത് അലക്സിസും എമിലി റോയും കൂടെ ബൈ ചാൻസ് അന്വേഷിക്കുന്നു. എമിലി റോയ് പിന്നെ പോലീസുകാരി തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് അവർക്കത് അന്വേഷിക്കാനുള്ള ഇതുകൊണ്ട് ബൈ ചാൻസ് അലക്സിസോടെ വരുന്നു. പിന്നെ ഈ ആദ്യത്തെ ബ്ലോക്ക് 46-ലുള്ള ക്യാരക്ടേഴ്സ് തന്നെ അടുത്ത കില്ലറിലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്രാങ്കോ, സ്പെയിനിലെ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു ഫ്രാങ്കോ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ സമയത്ത് അവിടെ നടന്ന ക്രൂരതകളെയാണ് ചരിത്രപരമായിട്ട് എക്സാമിൻ ചെയ്യുന്നത്. അപ്പോൾ അതും പ്രസന്റ് ഡേയിലെ സീരിയൽ കില്ലിങ്ങും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് അവസാനം ക്ലൈമാക്സ് വരുന്നത്. ഇതും പക്കാ ഒരു തട്ടിക്കൂട്ട് പോലെയാണ്. അതായത് ഫ്രാങ്കോ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ്, അതേ കുറേ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് അതെടുത്ത് വെച്ച് ഉപയോഗിച്ചിട്ട് പുള്ളിക്കാരി ഒരു നോവലും കൂടെ തട്ടിക്കൂട്ടി എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ക്ലൈമാക്സിൽ എന്ന് പറഞ്ഞാൽ എമിലി റോയുടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അവർക്ക് പരിചയമുള്ള എല്ലാവരും ഈ കേസിൽ ഇൻവോൾവ് ആവും എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും. അതായത് ആദ്യത്തെ ഒരു ബ്ലോക്ക് 46 കിട്ടിയ ഒരു ഷോക്ക് വാല്യൂ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതായത് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് പറഞ്ഞല്ലോ. ആദ്യത്തെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ വായിക്കുന്നത് കൊണ്ട് അതിനൊരു പഞ്ചുണ്ട്. എന്താ പറയുക, ഈവൻ ദോ അതൊരു സീരിയൽ കില്ലർ സെപ്പറേറ്റ് ആയിട്ട് വേറൊരാളാണ്, ഒരു സെപ്പറേറ്റ് കേസാണ്. ഇതിനകത്തേക്ക് വന്നപ്പം നമുക്ക് ട്വിസ്റ്റുകൾ കൂട്ടാൻ വേണ്ടി എല്ലാവരും ഇൻവോൾവ് ആക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ, അതായത് പല രീതിയിൽ എല്ലാവരും ഇൻവോൾവ് ആവുന്ന രീതിയിലേക്ക് ഈ പുള്ളിക്കാരി അത് എഴുതി കൊണ്ടുവന്ന് അത് ഒരു കുളമാക്കി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഇതും ബ്ലോക്ക് 46 പോലെ വന്നിട്ടില്ല. ഒരു 5-ൽ
3 കൊടുക്കാം എന്നേ ഉള്ളൂ. കാരണം പുള്ളിക്കാർ ഇത്രയും വലിയൊരു ബുക്ക് എഴുതി എന്നുള്ളത് കൊണ്ട്. കുറേ കാര്യങ്ങൾ ഫ്രാങ്കോയുടെ കാര്യങ്ങളൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഫ്രാങ്കോയുടെ ആ സമയത്തുള്ള ഫ്രാങ്കോയുടെ കാര്യങ്ങളൊന്നുമല്ല. ഫ്രാങ്കോ അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീക്ക് ഉണ്ടായ ദുരനുഭവങ്ങളാണ് ഇതിനകത്ത് മൊത്തം വന്നിട്ടുള്ളത്. ഈ ബ്ലോക്ക് 46 ശേഷം എഴുതിയിട്ടുള്ള അതേ സീരീസിലെ മറ്റ് 2 പുസ്തകങ്ങളായിട്ടുള്ള കില്ലറും ഡെത്ത് കോഡും ബ്ലോക്ക് 46 നിലവാരം പുലർത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തിരിച്ച് വായിച്ചാൽ നല്ലതായിരിക്കും. ഇത് വായിച്ചിട്ട് ബ്ലോക്ക് 46 വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാലോ, ഇതാദ്യം വായിക്കണം. കില്ലർ വായിച്ചിട്ട് കുഴപ്പമില്ല, കുഴപ്പമില്ല, മറ്റേനേക്കാളും കൊള്ളാം. പിന്നെ ബ്ലോക്ക് 46 വായിക്കുവാണെങ്കിൽ നല്ലത്. ഞാൻ തിരിച്ചാണ് വായിച്ചത്, കാരണം അതാണ് ആദ്യത്തെ ബുക്ക്. പിന്നെ ഞാൻ സെക്കൻഡും തേർഡും വായിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റിൻ്റെ പഞ്ച് കിട്ടിയില്ല. 2നും 5ൽ 3 മാത്രമേ കൊടുക്കുന്നുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് കള്ളൻ എന്ന് പറയുന്ന അനീഷ് ജിതിൻ എഴുതിയ ബുക്ക്. അനീഷ് ജിതിൻ എന്ന് പറയുന്നത് മലയാളത്തിലൊരു പ്രശസ്തനായിട്ട് ബുക്ക് ട്യൂബറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ നോവലാണ്. ആദ്യത്തെ നോവൽ രാത്രിയാണ് അനീഷ് ജിതിൻ. അപ്പോൾ ഇത് വളരെ നല്ല നോവലാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് ഇത് ഒരു കോമഡി നോവലാണ്. കള്ളൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നാട്ടിൽ കുറേ ജീവികളെ കാണാതാവും. അപ്പോൾ ആരാണ് അതിനെ കടത്തുന്നത്, എന്തിനാണ് കടത്തുന്നത്, അതൊക്കെയാണ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. കൂടാതെ ഇതിനകത്തുള്ള പക്ഷേ ഇതൊരു തമാശ, നമ്മുടെ വേളൂർ കൃഷ്ണൻകുട്ടിയുടെയൊക്കെ നോവലുകൾ പോലെ തമാശ നോവലാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ചില സില്ലി ആയിട്ടുള്ള തമാശകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു നോവലാണ്. ക്ലൈമാക്സ് വന്നിട്ട് ഒരു ഒരു പ്രത്യേക രീതിയിൽ പെട്ടെന്ന് അങ്ങ് തീരുന്നു. അതായത് ഇനിയും എന്തോ ഉണ്ടോ നോവലുണ്ടോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് പെട്ടെന്നൊരു ഒരു ചായക്കടയിൽ നടക്കുന്ന അടിയിൽ നോവൽ തീരുവാണ്. അപ്പോൾ അതെനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണ് അത് ഉദ്ദേശിച്ചത്. പക്ഷേ തമാശ എന്ന രീതിയിൽ വളരെ സില്ലിയായിട്ടുള്ള ആ ഒരു ഹാസ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നല്ല നോവലാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സ് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് നിർത്തുകയാണ്. അത് മിക്കവാറും ഇപ്പോഴത്തെ പുതിയ നോവലുകളെല്ലാം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം നോവൽ എന്ന രീതിയിലും ഒരു ഹാസ്യാത്മകമായ നോവൽ എന്ന രീതിയിലും ഇത് വളരെയധികം എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ട നോവലാണ്. കൂടാതെ അതുകൊണ്ട് തന്നെ ഇതിന് 5ൽ 4 എൻ്റെ റേറ്റിംഗ്. അനീഷ് ജിതിൻ്റെ 2ാമത്തെ ബുക്കാണ്, തുടക്കക്കാരനുള്ള എഴുത്തുകാരനാണ്. അതുകൂടി പരിഗണിച്ചാണ് ഞാൻ റേറ്റിംഗ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കള്ളൻ. അടുത്തതായിട്ട് വായിച്ചത് നമ്മുടെ അഗത ക്രിസ്റ്റിയുടെ നമ്മുടെ DC ബുക്സ് ഇറക്കുന്ന 10 ബുക്കിൻ്റെ സീരീസിലെ കർട്ടനും മറ്റ് ക്രൈം ത്രില്ലറുകളും എന്ന് പറയുന്ന ഒരു നോവലാണ്. ബെസ്റ്റ് ഓഫ് അഗത ക്രിസ്റ്റി, കർട്ടനും മറ്റ് ക്രൈം ത്രില്ലറുകളും. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ക്രൈം ത്രില്ലറുകളുണ്ടെന്ന് നോക്കട്ടെ. യവനിക എന്ന് പറഞ്ഞാൽ കർട്ടൻ, പേരോട്ടിൻ്റെ അവസാനത്തെ കേസ്, ഹെർക്കൂൾ പേരോട്ടിൻ്റെ ക്രിസ്മസ് എന്ന് പറയുന്ന കേസ്, റോജർ അക്രോണിൻ്റെ കൊലപാതകം. ഇതിനകത്ത് യവനിക എന്ന് പറയുന്ന ഇതിനകത്ത് പേരോട്ടിൻ്റെ അവസാനത്തെ കേസ് എന്നൊരു അടിക്കുറിപ്പുണ്ട് യവനികയ്ക്ക്, അതായത് കർട്ടൻ എന്ന് പറയുന്ന. എൻ്റെ പൊന്നോ, അത് സംഭവം ഒരു മറ്റ് അഗത ക്രിസ്റ്റി നോവലിൻ്റെയൊക്കെ ഒരു നിലവാരത്തിൽ വന്നില്ലെങ്കിൽ പോലും വൻ ട്വിസ്റ്റാണ്. ഞെട്ടിപ്പോവും. കർട്ടൻ്റെ ട്വിസ്റ്റ് ചോദിച്ചാൽ ഞെട്ടിപ്പോവും. പേരോട്ടിൻ്റെ അവസാനത്തെ കേസ് എന്തുകൊണ്ടാണ് പേരോട്ടിൻ്റെ അവസാനത്തെ കേസ് ആവുന്നത് എന്ന് അറിഞ്ഞാൽ ഞെട്ടിപ്പോവും. അമ്മാതിരി ഒരു കേസ് അത്. പിന്നെ മറ്റൊരു കാര്യം, സ്റ്റൈൽസ് എന്ന് പറയുന്ന ആദ്യത്തെ അതായത് പേരോക്കോട്ട് ആദ്യമായിട്ട് അന്വേഷിക്കുന്ന സ്റ്റൈൽസിലെ കൊലപാതകം എന്നങ്ങോട്ട് പറഞ്ഞിട്ടൊരു നോവലാണ്. അതിലെ അതേ ലൊക്കേഷനിൽ തന്നെയാണ് ഈ കഥയും നടക്കുന്നത്. പക്ഷേ കഥ വേറെയാണ്. അപ്പോൾ ആദ്യത്തെ കേസ് അവസാനത്തെ കേസ് ഒരേ ലൊക്കേഷനിൽ കൊണ്ടുവന്നു അഗത ക്രിസ്റ്റി. കുറ്റാന്വേഷണമാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ്. അതിനുശേഷം ഹെർക്കൂൾ പേരോട്ടിൻ്റെ ക്രിസ്മസ് ഓക്കെ എന്നേ ഉള്ളൂ. റോജർ അക്രോണിൻ്റെ കൊലപാതകം അത് കിടിലമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അഗത ക്രിസ്റ്റിയുടെ ലെവലിൽ അത് ഭയങ്കരമാണ്. അതായത് ഇപ്പോൾ റോജർ അക്രോണിൻ്റെ കൊലപാതകം മാത്രമായിട്ട് വായിക്കുകയാണെങ്കിൽ 5 out of 5 കൊടുക്കാം ബുക്കിന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് വി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അതായത് ആ നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവസാനം ഇതായിരിക്കുമോ അഗത ക്രിസ്റ്റി ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ക്ലൈമാക്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആൾറെഡി ഇത് ഒരുപാട് സിനിമകളിലും TV സീരീസിലും പുസ്തകങ്ങളിലും ഇത് വായിച്ചു കഴിഞ്ഞു. പക്ഷെ അഗത ക്രിസ്റ്റി ഇത് എഴുതുന്ന സമയത്ത് 100 വർഷം മുമ്പ് എഴുതിയ ബുക്കാണ്. 100 വർഷം മുമ്പ് എഴുതുമ്പോൾ അത് അഗത ക്രിസ്റ്റിയുടെ ലെവലിൽ അത് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന് റോജർ അക്രോണിൻ്റെ കൊലപാതകം 5 out of 5 കൊടുക്കാം. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രൈം ഫിക്ഷനൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് ഊഹിക്കാവുന്ന ക്ലൈമാക്സ് തന്നെയാണ്. പക്ഷേ അത് അഗത ക്രിസ്റ്റി എഴുതി എന്നുള്ളത് കൊണ്ടാണ് റോജർ അക്രോണിൻ്റെ കൊലപാതകത്തിന് 5 out of 5 കൊടുക്കാം. ബുക്കിന് മൊത്തത്തിൽ ഒരു 5ൽ 4 കൊടുക്കാം എന്നേ ഉള്ളൂ. ആ 2ാമത്തെ ക്രിസ്മസിൻ്റെ അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിലൊരു ഒരു 5 3 out of
സോറി, അതെ 3 ഔട്ട് ഓഫ് 5 നിൽക്കാവുന്ന നോവലാണ് ക്രിസ്മസ്. അതല്ലാതെ ഓവറോൾ 5 ഔട്ട് ഓഫ് 4 ആണ്. അഗത ക്രിസ്റ്റിയുടെ ബെസ്റ്റ് ഓഫ് അഗത ക്രിസ്റ്റി എന്ന് തന്നെയാണ് ഇവരുടെ 10 ബുക്കിൻ്റെ സീരീസിൻ്റെ പേര്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എവിടെ കണ്ടാലും നിങ്ങൾക്ക് ഈ ബുക്കിൽ ഇതിലേതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ച് വായിക്കാവുന്നേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഓഫ് അഗത ക്രിസ്റ്റി തന്നെയാണ്. കാരണം നമ്മൾ വായിക്കും തോറും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. റോജർ അക്കൗണ്ട് കൊലപാതകം ഒരു രക്ഷയില്ല. കാരണം അത് അഗത ക്രിസ്റ്റി 100 വർഷം മുമ്പ് എഴുതിയത് കൊണ്ട് നമുക്ക് ഊഹിക്കാവുന്ന ക്ലൈമാക്സ് തന്നെയാണ്. അടുത്തത് പുസ്തകശാലയിലെ കൊലപാതകം, ക്രിസ്റ്റഫർ മോർലി. പ്രേതബാധയുള്ള പുസ്തകശാല എന്ന് പറയുന്നത് ഹോണ്ടഡ് ബുക്ക് ഷാൽ. പ്രേതബാധയുള്ള പുസ്തകശാല എന്നാണ് ബുക്കിൻ്റെ പേര്. ദ ഹോണ്ടഡ് ബുക്ക് ഷോപ്പ് ദ ഹോണ്ടഡ് ബുക്ക് ഷോപ്പ് എന്നാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ. ക്രിസ്റ്റഫർ മോർലി എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുതിയിട്ടുള്ളത്. പരിഭാഷ CV സുരേന്ദ്രൻ, മാതൃഭൂമിക്കാരാണ് ഇറക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ എന്ന് ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ക്രൈം ത്രില്ലർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും പുസ്തകങ്ങൾ ബന്ധപ്പെട്ട ക്രൈം ത്രില്ലർ. ഈ നോവലിനെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒരു 70% എന്ന് പറയുന്നത് ഇതിനകത്തൊരു കഥാനായകനുണ്ട്. അദ്ദേഹം ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പ് നടത്തും. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര പുസ്തകപ്രേമിയാണ്. ഭയങ്കര പുസ്തകപ്രേമി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുസ്തകപ്രേമി. ഇദ്ദേഹം വാ തുറന്ന പുസ്തകങ്ങളെ പറ്റി മാത്രമേ സംസാരിക്കൂ. അങ്ങനെ 70% ഈ പുസ്തകത്തിൽ പുള്ളിയുടെ പുസ്തകപ്രേമമാണ്. പുള്ളി പുസ്തകങ്ങളെ പറ്റി പൊക്കി എഴുത്തുകാരെയും പൊക്കി പുസ്തകങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത്, എന്തിനു വായിക്കണം, എന്താണ് അതിൻ്റെ പ്രാധാന്യം, മറിച്ചേത്, എന്തുകൊണ്ട് കൂതറ പുസ്തകങ്ങൾ വായിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് കാച്ചിരിക്കുകയാണ്. 70% ഈ പുസ്തകം ഇതാണ്. ബാക്കി 20% എന്ന് പറയുന്നത് ഇതിനകത്ത് വേറൊരു ക്യാരക്ടറുണ്ട്. അതൊരു കോമഡി ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ ഒരു യൂത്താണ്. പുള്ളിക്കാരൻ ഇങ്ങനെ എന്തോ ഭാഗമായിട്ട് ഇതിനകത്ത് വരുന്നതാണ്. അത് ഫീച്ചർ എഴുതാൻ എന്തോ വേണ്ടി ഈ ബുക്ക് ഷോപ്പിലോട്ട് വരും. പിന്നെ ഇവിടെ ബുക്ക് ഷോപ്പിൽ വേറൊരു പെൺകുട്ടി ജോലിക്കായിട്ട് വരും. അവളുമായിട്ട് കണ്ടിട്ട് ഇവൻ അനുരാഗം ആകും. അപ്പോൾ ഒന്നാകുമ്പോൾ എവൻ്റെ വിചാരം ഈ ബുക്ക് ഷോ ഓണർ ചെയ്യുന്ന ആൾ, അതായത് നമ്മുടെ പുസ്തകപ്രേമിയായിട്ടുള്ള നമ്മുടെ കഥയിലെ പ്രധാന ക്യാരക്ടർ എന്തോ ഉടായിപ്പാണ് എന്ന രീതിയിൽ ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ്. പിന്നെ അത് മൊത്തം കോമഡിയാണ് അവൻ കാണിക്കുന്നതൊക്കെ. കാര്യം നമുക്ക് അത് ക്ലൈമാക്സ് ആകുമ്പോഴേ അവൻ കാണിച്ച മൊത്തം മണ്ടത്തരമായിരുന്നു നമുക്ക് മനസ്സിലാവും. അതാണ് 20%. 10% ഇതിലെ ക്രൈം ത്രില്ലർ. 10% അതും ഒരു പ്രസിഡന്റിനെ കൊല്ലുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ. അത് 10%. ഇത് ഒരു ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ഇതെന്തോന്ന് ക്രൈം ത്രില്ലർ, ആകെ 10% ക്രൈം ത്രില്ലർ, ഇതെന്ത് ക്രൈം ത്രില്ലർ. പക്ഷേ നമ്മളൊരു പുസ്തകപ്രേമി ആയതുകൊണ്ട് നമുക്കിത് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെടും. കാര്യം ഇതിനകത്ത് പുള്ളിക്കാരൻ പുസ്തകപ്രേമം തന്നെയാണ്. ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പ് നടത്തുന്ന ആൾ പറയുന്നത് അയാളുടെ സംസാരമാണ് ഇത് 70%. പുള്ളിക്കാർ ആദ്യം ഈ ചെറുക്കനെ കാണുമ്പോൾ ചെറുക്കനെ പറ്റി പുസ്തകങ്ങളെ പറ്റി പറയും. പെണ്ണ് ജോലിക്ക് വരുമ്പോൾ ഭാര്യയെ എടുത്ത് അങ്ങനെ ഫുൾ പുള്ളി ആ പുസ്തകങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ബുക്ക് ഷോപ്പ് നടത്തുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റിയുള്ള ധാരണകളും അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട നോവലാണ്. 5 ഔട്ട് ഓഫ് 5 തന്നെയാണ് ഈ നോവലിൽ കൊടുത്തിരിക്കുന്നത്. ത്രില്ലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മാത്രം വായിക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വാട്ട് ഈസ് ദിസ് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങളെ പറ്റിയുള്ള സംസാരമാണല്ലോ തോന്നും. പക്ഷേ പുസ്തകപ്രേമികളായ ആൾക്കാർ വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടുത്തത് മാൾട്ടീസ് ഫാൾക്കൺ. ഇത് എഴുതിയിട്ടുള്ള ഡെലീഷ് ഹാമറ്റ് എഴുതിയിട്ടുള്ള ഫാൾക്കൺ ആണ്. വിവർത്തനം P. സീമ എന്ന് എഴുതിയിരിക്കുന്നു. അതിലേക്ക് ഞാൻ വരാം. SPCS എന്തുവായിരുന്നു? സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഇറക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ ബുക്ക് നിങ്ങളെല്ലാവരും നോക്കി വെച്ചേക്കോ. ഈ ബുക്ക് മാത്രമാണ്. ഇത് സാഹിത്യ പ്രവർത്തക സംഘം ഇറക്കുന്ന ബുക്കാണ്. ഇതെന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് പുസ്തകമാണ്. എൻ്റെ പൊന്നോ, ഈ തട്ടിപ്പ് പുസ്തകം എന്ന് പറഞ്ഞാൽ ലോക തോൽവി തട്ടിപ്പ് പുസ്തകം. അതായത് ഡഷീൽ ഹാമറ്റിൻ്റെ മാൾട്ടീസ് ഫാൾക്കൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രൈം ഫിക്ഷനായിട്ട് അറിയപ്പെടുന്ന പുസ്തകമാണ് മാൾട്ടീസ് ഫാൾക്കൺ എന്ന് പറയുന്ന പുസ്തകം. അത് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ മാൾട്ടീസ് ഫാൾക്കനെ ബേസ് ചെയ്ത് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളായിട്ട് അറിയപ്പെടുന്ന ഒരു സിനിമയാണ് ക്രൈം ഫിക്ഷൻ സിനിമകളിൽ ഏറ്റവും മികച്ച ക്രൈം ഫിക്ഷൻ സിനിമയായിട്ട് അറിയപ്പെടുന്ന ഒരു സിനിമയാണ് മാൾട്ടീസ് ഫാൾക്കൺ. അപ്പം പുസ്തകത്തെക്കാളും ഭയങ്കര പ്രശസ്തി ഈ സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ മാൾട്ടീസ് ഫാൾക്കൺ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അത്രയും ഫേമസ് ആണ്. ഈ സാഹിത്യ പ്രവർത്തക സംഘക്കാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവന്മാർ ഇത്
യൂട്യൂബ് അല്ല സോറി ഈ ഇൻ്റർനെറ്റിൽ പറഞ്ഞു ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, കാരണം ഇത് കോപ്പി റൈറ്റ് ഇല്ലാത്ത ബുക്കാണ് ഇതിൻ്റെ ഒറിജിനൽ. അതെടുത്ത് വെച്ചിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് എന്തി കൊണ്ടിട്ടു, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൊണ്ടിട്ടു. അതോ ഏതോ ഒരു ട്രാൻസ്ലേറ്ററി, ഇത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് മനുഷ്യർ ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല, ഇത് മനുഷ്യർ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കല്ല, ഇത് ഏതോ ഒരു മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏതോ ആപ്പിൽ കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടിട്ട് അത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് എന്താ പറഞ്ഞേ PDF ആക്കിയിട്ട് ബുക്കായിട്ട് അച്ചടിച്ച് ഇറക്കിയിരിക്കുന്നു. വായിക്കുമ്പം വിചിത്രതയോടെ അങ്ങേ അറ്റമാണ് ഈ പുസ്തകം. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് ആദ്യം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യണം. സാഹിത്യ പ്രവർത്തക സംഘം എന്നൊക്കെ പറയുമ്പോൾ സാഹിത്യമാണല്ലോ, അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ സാഹിത്യത്തിൻ്റെ ഭയങ്കര ചില പുസ്തകങ്ങളൊന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിത് വായിക്കുവാണ്. ഞാനിത് വായിച്ചു പിന്നെ വായിച്ചു വന്നപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഞാനിത് കവർ ടു കവർ വായിച്ചു കേട്ടോ. അത് വേറെ സംഭവം, എന്തോന്ന് അറിയാനുള്ള എന്താണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് അറിയണ്ടേ എന്ന് വിചാരിച്ച് ഞാനിത് വായിച്ചു എനിക്കിപ്പോൾ പകുതിയൊക്കെ ആയപ്പോൾ മനസ്സിലായി ഇത് ഇത് തുടക്കം തൊട്ടേ എൻ്റെ മിസ്റ്റേക്ക് അല്ല. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ ഇത് മനസ്സിലാകാത്ത, കാരണം ഫുൾ സാഹിത്യമാണല്ലോ, സാഹിത്യം. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഏതോ ആപ്പിലോ ഏതോ വെബ്സൈറ്റിലോ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിലിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത്, അതായത് 5 മിനിറ്റ് പോലും എടുത്തില്ല ഈ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു തട്ടിപ്പ് പുസ്തകമാണ് ഈ പർട്ടിക്കുലർ മഞ്ഞ കളറിലുള്ള സാഹിത്യ പ്രവർത്തക സംഘം NBS എന്ന് പറഞ്ഞാൽ അവരുടെ ബുക്ക് സ്റ്റാൾ വരെ, സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ ബുക്ക് സ്റ്റാളിൻ്റെ പേരാണ് NBS. അപ്പോൾ അവന്മാരിറക്കുന്ന പുസ്തകമാണ് എന്താ പറഞ്ഞാൽ തട്ടിപ്പ് പുസ്തകം. അതാണ് ഇത്. ചുമ്മാ കിട്ടിയാലും ആരും വാങ്ങരുത്, ഇത് ടാറ്റ കാണിക്കുന്നതല്ല, വാങ്ങരുതേ എന്ന് പറയുന്നത്. ചുമ്മാ പോയിന്റ് നമ്പർ 2, ഒന്ന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് ഏതോ ആപ്പിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം, കോപ്പി പേസ്റ്റ് ചെയ്ത്. കൂടാതെ യവന്മാർ ചെയ്ത ഒരു തരം എന്താണെന്ന് വെച്ചാൽ യവന്മാരുടെ ഗഡ്സ് ആലോചിച്ചു, ഇത് ചെയ്തവന്മാരുടെ ഗഡ്സ് ആലോചിക്കുക. അതായത് യവന്മാർ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ യവന്മാർ 2 ചാപ്റ്റർ കോപ്പി പേസ്റ്റ് ചെയ്തില്ല. ഞാനിത് ഈ ബുക്ക് വായിച്ചതിന് ശേഷം ഞാൻ ആലോചിക്കും ഇതെന്താ ഇങ്ങനെ തീർന്നത്, എന്തോ ആയാലും പൊട്ട ട്രാൻസ്ലേഷനാണ്. ഓക്കെ, ഞാൻ ഓർത്ത് എന്താ, പക്ഷേ ഇത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണിത്. ആ സിനിമയുടെ പ്രശസ്തി കൊണ്ട് തന്നെ അതിൻ്റെ ബുക്കിനും അത്രയും പ്രശസ്തിയുണ്ട്. അപ്പോൾ ഞാൻ ഇതെന്തോന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ വായിക്കും, എന്താണ് ഈ മൾട്ടീസ് ഫാൽക്കണിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ വായിക്കുവാണ്. ഇത് ഇവന്മാർ ഏതോ ആപ്പിലിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതൊന്ന് വായിച്ചു പോലും നോക്കാതെ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കും. അതുകൂടാതെ യവന്മാർ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ 2.25 ചാപ്റ്റർ കോപ്പി പേസ്റ്റ് ചെയ്തില്ല. അതായത് ഈ ബുക്ക് അങ്ങ് തീരുവാണ്, ഇടയ്ക്ക് വെച്ചങ്ങ് തീരുവാണ്. ഇനിയും 2 ചാപ്റ്ററും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യാനുണ്ട്, അത് അവന്മാർ ചെയ്തില്ല. രണ്ടും അതായത് ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗവും, അതായത് ഇത് എവിടെ വെച്ചാണോ തീരുന്നത് അതിനുശേഷവും കുറച്ചും കൂടെ ഉണ്ട് ആ ചാപ്റ്റർ തീരാൻ. കൂടാതെ 2 ചാപ്റ്റർ അവന്മാർ കോപ്പി പേസ്റ്റ് ചെയ്തതുമില്ല. അങ്ങനെ അപൂർണമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഏതോ ആപ്പിലിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമാണ് മൾട്ടീസ് ഫാൽക്കൺ. ഈ മഞ്ഞ കവറുള്ള NBS ഇറക്കുന്ന സാഹിത്യ പ്രവർത്തക സംഘക്കാർ അച്ചടിച്ചിറക്കുന്ന മൾട്ടീസ് ഫാൽക്കൺ എന്ന് പറയുന്ന പുസ്തകം. ഇത് ചുമ്മാ കിട്ടിയാലും വാങ്ങരുത്, ഇത് ഉടായിപ്പ് പുസ്തകമാണ്, ഉടായിപ്പ് പുസ്തകം. അയ്യോ, ഞാനിത് മൊത്തം വായിച്ചാണ് കവർ ടു കവർ, അതുകൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത്. ഞാനൊരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് കത്തിയത്. ഇത് ശരിയാണല്ലോ, വേർഡ് ടു വേർഡ് എല്ലാം വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ ഇംഗ്ലീഷ് എന്ന്. അപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത് ഇത് സംഭവം ഇത് അവന്മാർ അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതായത് ഏതോ ഒരു ആപ്പിലിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ 2.5 ചാപ്റ്റർ കോപ്പി പേസ്റ്റ് ചെയ്യാനും വിട്ടുപോയി. അങ്ങനെ ഒരു ഉടായിപ്പ് 5 മിനിറ്റ് കൊണ്ട് ഇറക്കിയ പുസ്തകമാണ്, ഉടായിപ്പ് പുസ്തകമാണ്. ആരും ഈ കവറൊന്നും കണ്ട് വഞ്ചിതരാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാശ് പോയി എൻ്റെ. അടുത്ത പുസ്തകം മാതൃഭൂമിയുടെ ഒരു പുസ്തകമാണ്. ഇത് സസ്യബുക്ക്, മാംസബുക്ക്, ഫേസ്ബുക്ക്, വെബിനിമേഷൻ 2.0, രാംമോഹൻ പാലിയത്ത്. ഈ ബുക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒരു വാചകമാണ്, അതായത് ഇറ്റ് ഡെലിവേഴ്സ് വാട്ട് ഇറ്റ് പ്രോമിസസ്. അപ്പം നമുക്ക് 5 out of 5 5 out of 4 ഈ ബുക്കിന് കൊടുക്കാം. ബട്ട് ഇറ്റ് ഡെലിവേഴ്സ് വാട്ട് ഇറ്റ് പ്രോമിസസ്. എന്തുകൊണ്ട് വാട്ട് ഈസ് ഇറ്റ് പ്രോമിസസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പങ്ക്തിയാണ് വെബിനിവേശം എന്ന് പറയുന്ന പങ്ക്തി. അത് കൈകാര്യം ചെയ്യുന്നത് രാംമോഹൻ പാലിയത്താണ്. ആ പങ്ക്തികളുടെ 2ാമത്തെ കളക്ഷൻ, ആദ്യത്തെ വെബിനിവേശം എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. എന്ന് വെച്ചാൽ അതും എന്താ പറയുക മാതൃഭൂമിയിൽ വന്ന സ്ഥിരം പങ്ക്തിയാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം പങ്ക്തിയാണ് ഇത്. അതിൻ്റെ ഫസ്റ്റ് കളക്ഷൻ വന്നു, ഇത് അതിൻ്റെ സെക്കൻഡ് കളക്ഷനാണ്. ആ പങ്ക്തിയുടെ ഫസ്റ്റ് കളക്ഷൻ ആൻഡ് സെക്കൻഡ് കളക്ഷൻ.
അപ്പം ഈ ബുക്ക് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വല്ലപ്പോഴും ഒക്കെ വാങ്ങി വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആദ്യം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കിട്ടി ആദ്യം വായിക്കുന്ന പങ്ക്തികളിൽ ഒരെണ്ണമാണ് ഇത്. കാരണം ഇത് അത്രയ്ക്ക് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള, കുറച്ച് തമാശയൊക്കെ കലർത്തി എഴുതിയിട്ടുള്ള, കൂടാതെ ഇപ്പം ഞാൻ ഫേസ്ബുക്കിലും ഇല്ല, യൂട്യൂബിലല്ലാതെ വേറെ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ ആപ്പിൽ ഞാനില്ല. അതുകൊണ്ട് തന്നെ എന്തോ നടക്കുന്നതെന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എന്താണല്ലോ ഫേസ്ബുക്കിലും മറ്റിലുമൊക്കെ നടക്കുന്ന സാഹിത്യ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സാംസ്കാരിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിവും കൂടെ കിട്ടുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് നെറ്റിൽ നടക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അനാലിസിസും അത് എന്തൊക്കെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പങ്ക്തിയാണ്. ഭയങ്കര തമാശ രീതിയിൽ സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആൾറെഡി എനിക്കറിയാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ ടോപ്പിക്സാണ് വരാൻ സാധ്യതയുള്ളത് എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബുക്ക് ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് ഈ ബുക്ക്. കാരണം ഞാൻ ആൾറെഡി ഇതിൻ്റെ കുറേ ഇതിൽ വന്നിട്ടുള്ള ഒരു പങ്ക്തി ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ സ്ഥിരമായിട്ട് വായിക്കുന്ന പങ്ക്തി ആയതുകൊണ്ട് എനിക്കിത് അറിയാം എന്താണ് ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന്. അത് തന്നെ ഇത് ഡെലിവർ ചെയ്തു. അപ്പം 5 out of 5 കൊടുക്കാമോ എന്ന് വെച്ചാൽ ഇത് ശരിക്കും നന്നായിട്ട് റേറ്റ് ചെയ്യും. രാംമോഹൻ പാലിയത്തിനെ പറ്റി കേട്ടിട്ടില്ലാത്ത, വെബിനിവേഷം എന്ന് പറയുന്ന പങ്ക്തി വായിച്ചിട്ടില്ലാത്ത ഒരാൾ ആദ്യമായിട്ട് ഈ ബുക്ക് വായിക്കുമ്പം എന്താണ് റേറ്റിംഗ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഐ വാസ് ലൈക്ക് എന്താ പറയുന്നത്, എനിക്ക് ആൾറെഡി ഇതിൻ്റെ മുൻകൂർ അറിയാം എന്താണ് ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അതിൽ വരുന്ന പങ്ക്തി തന്നെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടാണ് വായിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുമ്പോൾ അത് സെയിം. അപ്പോൾ അതിലുള്ള വരുന്ന പങ്ക്തികളാണ് എല്ലാം. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ 5-ൽ 4 കൊടുക്കുന്ന ബുക്കാണ്. പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾ ഈ രാംമോഹൻ പാലിയത്തിനെ കേട്ടിട്ടില്ല, വെബിനിവേഷം ഒന്നും കേട്ടിട്ടില്ല, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കാറും ഇല്ലെങ്കിൽ അറിയില്ല നിങ്ങളുടെ റേറ്റിംഗ് എന്തായിരിക്കുമെന്ന്. പക്ഷേ ഞാനിത് വായിച്ച് എനിക്ക് മുൻകൂർ ധാരണ ഉണ്ടായതുകൊണ്ട് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടുത്തത് MBS ഇറക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു ഉടായിപ്പെന്ന്. അപ്പം ആ ഉടായിപ്പ് ബുക്കും കൂടെ ചേർത്ത് മൊത്തം 10 ബുക്കിൻ്റെ ഒരു ക്രൈം ഫിക്ഷൻ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, ഒരു ബോക്സ് MBS ഇറക്കുന്നുണ്ട്. MBS പറഞ്ഞാൽ സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ എന്താ പറയുന്നത് ഈ ബുക്ക് ഔട്ട്ലെറ്റാണ് NBS, നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് പറയും. അപ്പോൾ അവരിറക്കുന്ന, അതായത് സാഹിത്യ പ്രവർത്തക സംഘം തന്നെ അവരിറക്കുന്ന 10 ബുക്കിൻ്റെ ഒരു ബോക്സാണ് ക്രൈം ഫിക്ഷൻ കളക്ഷൻ. അതിൽ വരുന്ന മറ്റൊരു പുസ്തകമാണിത്. അതിൽ വരുന്ന ഒരു പുസ്തകമാണ് ഞാൻ നേരത്തെ കാണിച്ച ഉടായിപ്പ് പുസ്തകമായിട്ടുള്ള മാൾട്ടീസ് ഫാൽക്കൺ. അതിൽ വരുന്ന ഉടായിപ്പല്ലാത്ത മറ്റൊരു പുസ്തകമാണ് കാലത്തിൻ്റെ പുത്രി, ഡോട്ടർ ഓഫ് ടൈം. അപ്പോൾ ഞാൻ 10 ഒന്നിച്ചാണ് വാങ്ങിച്ചത്. അതിനകത്ത് എന്താ പറയുക ആദ്യം വായിക്കാൻ എടുത്തത് അതാണ്. എൻ്റെ നിരാശ ആദ്യം കാരണം എന്ന് വെച്ചാൽ അതായത് ആ മാൾട്ടീസ് ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ അത്ര പ്രശസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. മാൾട്ടീസ് ഫാൽക്കനെ പൊക്കിപ്പറയലാണ്. ഞാൻ ഈ സിനിമ ഞാൻ പറഞ്ഞില്ല, ആൻഡ്രേ തർസ്കോസ്കിയുടെയൊക്കെ സിനിമകളെ പറ്റിയൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ സൈസൊക്കെ കാണും. അപ്പോഴൊക്കെ എത്ര ആളുകൾ വാദോരാതെ പോഴ്ത്തുന്ന ഒരു സിനിമയാണ് എന്താ പറയുന്നത് ഈ മാൾട്ടീസ് ഫാൽക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ അതെടുത്ത് വെച്ച് ആദ്യം വായിച്ചു. അതൊരു ഉടായിപ്പായിരുന്നു. പക്ഷേ ഇത് ഉടായിപ്പല്ല, ഇത് MS നായർ എന്ന് പറയുന്ന ആളാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. കാലത്തിൻ്റെ പുത്രി, ഡോട്ടർ ഓഫ് ടൈം എന്നാണ് ഒറിജിനൽ റൈറ്റർ ജോസഫിൻ ടെയ്. കാലത്തിൻ്റെ പുത്രി എന്നാണ് മലയാളം ടൈറ്റിൽ, ദ ഡോട്ടർ ഓഫ് ടൈം എന്നാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ. ഇതെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ നമ്പർ 1 ക്രൈം ഫിക്ഷനായിട്ട് ഇപ്പോൾ പറയപ്പെടുന്ന പുസ്തകമാണിത്. ലോകത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ക്രൈം ഫിക്ഷൻ പുസ്തകം ഏതാണെന്ന് വെച്ചാൽ അത് ജോസഫ് ടെയുടെ കാലത്തിൻ്റെ പുത്രിയാണ്. ഇത് 1 ബെസ്റ്റ് സെല്ലറായിരുന്നു ഇറങ്ങിയ സമയത്ത് ഇംഗ്ലണ്ടിലും മറ്റുമൊക്കെ. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു പോലീസ് ഇൻസ്പെക്ടർ വയ്യാതെ ആശുപത്രി കിടക്കുവാണ്. കാലൊടിഞ്ഞു. പുള്ളിക്കാരൻ ഒരാളെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ കാല് തെറ്റി വീണ് കാലൊടിഞ്ഞ് ആശുപത്രി ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആശുപത്രി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് പഠിച്ച കുറച്ച് ചരിത്ര സംഭവങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഒരാൾ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വായിക്കാൻ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഒരു രാജാവ്, ഇംഗ്ലണ്ട് ഭരിച്ച ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ അനന്തരവന്മാരെ തട്ടി, എന്ന് വെച്ചാൽ രാജഭരണം അയാൾക്ക് കിട്ടാൻ വേണ്ടി. നോർമലായിട്ട് രാജാവ് മരിച്ച രാജാവിൻ്റെ മക്കൾക്കാണല്ലോ ഭരണം കിട്ടേണ്ടത്. അപ്പോൾ രാജാവിൻ്റെ അനിയനാണ് ഇയാൾ നൈസായിട്ട് ആ പിള്ളേരെ അങ്ങ് തട്ടി ഇയാൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി. പിന്നെ അടുത്ത ആ പിള്ളേരില്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് തന്നെയാണ് അധികാരം കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി അയാൾ നൈസായിട്ട് അങ്ങ് തട്ടി. ഇത് ശരിക്കും നടന്ന സംഭവമാണോ അല്ലേ എന്നുള്ളത് ഒരു വലിയൊരു കോൺസ്പിറസിയാണ് UK, യുണൈറ്റഡ് കിങ്ഡത്തിൽ. അപ്പോൾ അതിൽ ജോസഫിൻ ടെയ്ൻ എന്ന് പറയുന്ന വ്യക്തി, അപ്പോൾ അവരൊരു സ്ത്രീയാണ്. അവരുടെ ടേക്കാണ് ഈ ബുക്ക് ലോകത്തിൽ തന്നെ നമ്പർ 1 ക്രൈം ഫിക്ഷൻ ബുക്കായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത് ചരിത്രം ഇങ്ങനെ ഇയാൾ ഈ ആശുപത്രി കടന്ന് ചരിത്ര പുസ്തകങ്ങളിലൂടെ ഈ കേസ് അന്വേഷിക്കുകയാണ്. അതായത് ശരിക്കും ഇയാൾ ഈ പിള്ളേരെ കൊന്നോ എന്നുള്ളതാണ് ഈ കേസ് അന്വേഷണം. ഇതെന്ന് പറഞ്ഞാൽ
മറ്റേ ബ്ലോക്ക് 46 ഒക്കെ ഉണ്ടല്ലോ, അതായത് പ്രസന്റ് ഡേയിൽ ഒരു കേസ് അന്വേഷിക്കുന്നു, ചരിത്രം നെക്സ്റ്റ് ചാപ്റ്ററിൽ എന്താ പറയുക ചരിത്രം, അതിന് ശേഷം പ്രസന്റ് ഡേ ചരിത്രം, അങ്ങനെയല്ലത്. ഇതെന്ന് പറയുന്നത് വെറുതെ ഒരാൾ ആശുപത്രി കടന്ന് ചരിത്ര സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചരിത്ര പുസ്തകങ്ങൾ നോക്കി വായിച്ചിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുവാണ്, ഇങ്ങനെയാണ്. അദ്ദേഹം നേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യും, ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യും, കൂട്ടുകാരിയായിട്ട് ഡിസ്കസ് ചെയ്യും, കൂട്ടുകാരനായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ ചരിത്ര സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അദ്ദേഹം വാഗൊണ്ട് പറയുന്നു, അദ്ദേഹം കട്ടിലെ കിടന്നുകൊണ്ട് പറയുന്നു, നമ്മളിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നു. ഇതെന്ന് പറയുന്നത് UK ആളുകൾക്ക്, ഇപ്പോൾ നിങ്ങൾ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പം പഴശ്ശിരാജ അല്ലെങ്കിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ പിന്നെ ആരാണ്, അങ്ങനെ നമ്മുടെ നാട്ടിൽ ജനിച്ച ഈ രാജാക്കന്മാരെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ കഥകൾ കുട്ടിക്കാലം തൊട്ടേ കേൾക്കുമല്ലോ. കുട്ടിക്കാലം പിന്നെ അതുപോലെ അക്ബർ, പിന്നെ അങ്ങനത്തെ ശിവജി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ഏരിയയിലുള്ള രാജാക്കന്മാരെ പറ്റിയും അവരുടെ രാജകുടുംബത്തെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ നോവലുകളോ കഥയോ ഏതാണ്ടൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ ആൾക്കാർ, നമ്മൾ കേട്ടിട്ടുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിചയമില്ല. UK ഇതിനകത്ത് എന്ത് ഭയങ്കര സംഭവം പോലെ, ഭയങ്കര എന്താ പറഞ്ഞ ചങ്കിൽ തട്ടിയ പോലെയൊക്കെയാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ നമുക്കൊരു ഏതോ ഒരു രാജ്യത്ത് നടന്ന എന്തോ ഒരു എന്താ രാജാക്കന്മാർ തമ്മിൽ ചെയ്ത എന്തോ ഒരു ഇത്. അപ്പം നമുക്കൊരു ഭയങ്കര ഡിസ്റ്റൻസ് ആണ് എനിക്ക് ഈ നോവൽ. UK സിറ്റിസൺസിന് നമുക്കിപ്പോൾ പഴശ്ശിരാജയോടുള്ള ഒരു പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നു, പഴശ്ശിരാജ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക നോവൽ ഇറങ്ങുന്നു, പഴശ്ശിരാജ എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങുന്നു, ഇത് ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ ഈ പഴശ്ശിരാജ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സംഭവമാണ് UK ഈ രാജാക്കന്മാരൊക്കെ. നമുക്കൊരു ഇതുമില്ല. അപ്പോൾ നമ്മൾ പഴശ്ശിരാജയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ നോവലിരുന്ന് വായിക്കുക, നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ പഴശ്ശിരാജയുടെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിലപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയേനെ. എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും തോന്നിയില്ല. പക്ഷേ ലോകത്തിൽ തന്നെ നമ്പർ 1 ക്രൈം ഫിക്ഷൻ ബുക്കായിട്ട് അറിയപ്പെടുന്ന ബുക്കാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. ഇത് ചരിത്ര സംഭവങ്ങളായതുകൊണ്ട്, UK ചരിത്ര സംഭവങ്ങളായതുകൊണ്ടും അത് ചരിത്രത്തിൽ നടന്നൊരു കാര്യം ഇതിൽ കിടന്നാണ്. പക്ഷേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ലോകത്തിൽ തന്നെ നമ്പർ 1 ക്രൈം ഫിക്ഷൻ ആയിട്ട് അറിയപ്പെടുന്ന പുസ്തകമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഡിസ്റ്റൻ്റ് ആയിട്ടാണ് തോന്നിയത്. ഒരു ഇൻവെസ്റ്റ് നമ്മുടെ ഒരു പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇതിനകത്ത് വന്നില്ല. ജസ്റ്റ് ഒരു കഥ, എവിടെയോ നടന്ന ഒരു കഥ കാണുന്ന പോലെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ടും തോന്നിയില്ല. 5ൽ 3 മാത്രമേ ഞാൻ ഇതിന് നൽകുന്നുള്ളൂ റാങ്കിങ്. അടുത്തത് വ്യഭിനിവേശത്തെ പറ്റി പറഞ്ഞ അതേ കാര്യം തന്നെ പറയാനുള്ള മറ്റൊരു പുസ്തകമാണ് അക്ഷരം പ്രതി KC നാരായണൻ. ഇതെന്ന് പറയുന്നതും ഇറ്റ് ഡെലിവേഴ്സ് വാട്ട് ഇറ്റ് പ്രോമിസസ്. എന്തുകൊണ്ടാണ്? മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന പങ്ക്തിയാണ് അക്ഷരം പ്രതി. ആദ്യം അക്ഷരം പ്രതി വരും, പിന്നെ രാമമോഹൻ പാലിയത്തിൻ്റെ വ്യഭിനിവേശം വരും. അപ്പോൾ ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഞാൻ കൊണ്ടുവരുമ്പോൾ സ്ഥിരമായിട്ട് വായിക്കുന്ന, വേറെ ഒന്നും വായിച്ചില്ലെങ്കിലും വായിക്കുന്ന 2 ഐറ്റങ്ങളാണ്. ഒന്ന് അക്ഷരം പ്രതി, KC നാരായണൻ അക്ഷരം പ്രതിയും രാമമോഹൻ്റെ വ്യഭിനിവേശം. അതുകൊണ്ട് എനിക്കറിയാം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന്, അതിൻ്റെ കളക്ഷൻ, അതായത് ആ പങ്ക്തികൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആൾറെഡി വന്നിട്ടുള്ള പങ്ക്തികളുടെ കളക്ഷനാണിത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മാതൃഭൂമി വായിക്കാത്തതുകൊണ്ട് എല്ലാ ആർട്ടിക്കിളും ഞാൻ വായിച്ചിട്ടില്ല. ഇതിനകത്തുള്ളതെല്ലാം ഞാൻ വായിക്കാത്ത മാതൃഭൂമി ആഴ്ചപ്പതിപ്പുകളുള്ള പങ്ക്തികളാണ്. ഇനിയും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, മറ്റേ വെച്ചാൽ രാമമോഹൻ പാലിയത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് തേർഡൊക്കെ വരുമായിരിക്കും. കാരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സീരീസ് ആയിട്ട് വന്നിട്ട്. അക്ഷരം പ്രതിയുടെ തീം എന്ന് പറയുന്നത് നല്ല മലയാളം എന്നുള്ളതാണ്. അതായത് മലയാളം എങ്ങനെയാണ് നല്ല മലയാളം ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് മലയാളത്തിലെ ചില ഇപ്പോഴത്തെ പ്രയോഗങ്ങൾ മലയാളം കറക്റ്റ് മലയാളമാണോ, ഗ്രാമർ എന്താണ് കറക്റ്റ് ഗ്രാമർ, എന്താണ് കറക്റ്റ് സ്പെല്ലിങ്, എന്താണ് കറക്റ്റ് വേ ഓഫ് ടോക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള മലയാളത്തെ പറ്റി ഓരോ പങ്ക്തിയിലും മലയാള ഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എന്നുള്ള പങ്ക്തിയാണ്. ഗ്രാമർ തൊട്ട് ഓരോ വാക്കുകൾ എങ്ങനെയാണ്, ശരിക്ക് സ്പെല്ലിംഗ് എന്താണ്, അങ്ങനെ നല്ല മലയാളം എന്ന തീമിൽ വരുന്ന പങ്ക്തിയാണ് KC നാരായണൻ്റെ അക്ഷരം പ്രതി. ഇത് 5 ഔട്ട് ഓഫ് 4 ആണ്. 4 ഔട്ട് ഓഫ് 5 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന്, എങ്ങനെയാണ് KC നാരായണൻ ലാംഗ്വേജ് എന്താണ്, KC നാരായണൻ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതൊക്കെ എനിക്കറിയാം. നിങ്ങൾ മാതൃഭൂമി കണ്ടിട്ടില്ല, നിങ്ങൾക്ക് KC നാരായണൻ അറിയത്തില്ല, ഈ പങ്ക്തി അറിഞ്ഞുകൂടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റേറ്റിംഗ് എന്ന് എനിക്ക് സംശയമുണ്ട്. ബട്ട് എനിക്കിത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ആൾറെഡി വായിച്ച സാധനങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്കറിയാം എന്താണ് പുള്ളി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ലാംഗ്വേജ്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ തമാശ രീതിയിലുള്ള ചില പ്രയോഗങ്ങളും ഒക്കെ എല്ലാം. I am totally satisfied with this book because I already know what it is going to contain. So അക്ഷരം പ്രതിയാണ് KC നാരായണൻ, 4 ഔട്ട് ഓഫ് 5. അടുത്തത് ഞാൻ അവസാനമായിട്ട് ഈ ജൂണിൽ അവസാനം വായിച്ചു തീർത്ത ബുക്കാണ് EC ബെൻലി എഴുതിയ ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ്, ദ ട്രെൻഡ്സ് ലാസ്റ്റ് കേസ് എന്നാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ. EC ബെൻലിയാണ് എഴുതിയിട്ടുള്ളത്. വിവർത്തനം ആർ മനോജ് വർമ്മയാണ് ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇത് സാഹിത്യ പ്രവർത്തക സംഘം ഇറക്കുന്ന ക്രൈം ഫിക്ഷൻ കളക്ഷൻ എന്ന് പറയുന്ന 10 ബുക്കിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് വരുന്ന മറ്റൊരു പുസ്തകമാണ്, ഇത് മൾട്ടീസ് ഫാൽക്കൺ എന്ന് പറയുന്ന ഉടായ്പ പുസ്തകം വരുന്ന അതേ ബോക്സിൽ വരുന്ന മറ്റൊരു ഉടായ്പല്ലാത്ത പുസ്തകമാണ്
വിവർത്തനം ആർ മനോജ് വർമ്മ വിവർത്തനം ചെയ്തിട്ടുള്ള ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ്. ഈസി ബെല്ലിയാനായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. ഇതിൻ്റെ ഡബിൾ ട്രിപ്പിൾ ക്ലൈമാക്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അമ്മാര് ട്വിസ്റ്റുള്ള നല്ല അടിപൊളി കിടിലം ബുക്കാണ് ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ്. ഇത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ക്യാച്ച് അല്ല, ഞാൻ ഇതിനകത്തൊരു തമാശ ഒരു ട്രിവിയ പറയാനാണ് വന്നത്. ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ് എന്നാണ് ഈ നോവലിൻ്റെ പേര്. ഞാൻ ഇതിന് മുമ്പൊരു ബുക്ക് പറഞ്ഞായിരുന്നു, കർട്ടൻ, പേറോട്ടിൻ്റെ അവസാനത്തെ കേസ് എന്ന്. പേറോട്ടിൻ്റെ അവസാനത്തെ കേസ് എന്നുള്ള ബുക്കിൽ പേറോട്ടിൻ്റെ അവസാനത്തെ കേസ്, അതാണ് ആ സീരീസിൽ വന്നിട്ടുള്ള ഏറ്റവും അതായത് ഓർഡറിലാണ് ബുക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവസാനം ഇറങ്ങിയ നോവലാണ് കർട്ടൻ എന്നുള്ള നോവൽ. അതായത് പേറോട്ടിൻ്റെ സീരീസിൽ അവസാനം ഇറങ്ങിയ നോവലാണ് കർട്ടൻ എന്നുള്ള നോവൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കും, ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ് എന്ന് പറയുന്നത്, ട്രെൻഡ് എന്ന് പറയുന്ന ഒരു കുറ്റാന്വേഷകൻ എൻ്റെ ഒരു സീരീസ് ഇങ്ങനെ വന്നു, അതിൻ്റെ അകത്ത് ലാസ്റ്റ് കേസായിട്ട് വന്ന അവസാനത്തെ ബുക്കോ അല്ലെങ്കിൽ ഇടയിൽ വന്ന ബുക്കോ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഇതിലെ ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഈ സീരീസിൽ ആദ്യത്തെ ബുക്ക്. ട്രെൻഡ് കേസന്വേഷകനായിട്ട് വരുന്ന 2 ബുക്കോ 2 നോവലും 3 ഷോർട്ട് സ്റ്റോറി അങ്ങനെ എന്തോ ഉള്ളൂ. പക്ഷേ അതിൽ തന്നെ ആദ്യം ഇറങ്ങിയ ബുക്ക് ഇതാണ്. ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ് എന്നാണ് ഫസ്റ്റ് ബുക്കിൻ്റെ പേര്. ഈസി ബെല്ലിയുടെ ഫസ്റ്റ് ബുക്കാന്ന് തോന്നുന്നു. ഫസ്റ്റ് ബുക്കിൻ്റെ പേര് തന്നെ അവസാനത്തെ കേസ് എന്നാണ് പുള്ളി ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ട്രിവിയാണ്. അപ്പം ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ്, ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരാൾ മരിക്കും. അതിൻ്റെ കൊലപാതകയായിട്ട് ഒരാളെ വരും. അപ്പം ട്രെൻഡ് എന്ന് പറയുന്നത് ബേസിക്കലി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അമേച്ചർ ഡിറ്റക്റ്റീവാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു പെയിൻറ്ററും പിന്നെ ഇങ്ങനത്തെ ഈ വാർത്തയിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു അമേച്ചർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവാണ്. പക്ഷേ പുള്ളി നല്ല കഴിവുള്ളതാണ്. അപ്പോൾ പല പത്രം നടത്തുന്ന ആൾക്കാരൊക്കെ ഇതേ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് കേസൊക്കെ കൊടുക്കും, നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു വ്യാപാരി, ഒരു ഫേമസ് ആയിട്ടുള്ള വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ക്ലവർ ആയിട്ടുള്ള ഒരുപാട് കോടീശ്വരനായിട്ടുള്ള ഒരാൾ മരിക്കുകയും അയാളെ കൊന്നത് ഇന്ന ആളാണ് എന്ന രീതിയിൽ വരികയും അത് ട്രെൻഡ് കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് ഇത് വളരെ വളരെ മികച്ച ഒരു നോവലാണ്. വളരെ ഇതെന്ന് പറയുന്നത് ഡബിൾ ട്രിപ്പിൾ ക്ലൈമാക്സ് ഒക്കെ വരുന്ന മനോഹരമായിട്ടുള്ള വൻ കിടിലം വർക്കാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 5 out of 5 ആണ് ഇതിൻ്റെയും റേറ്റിംഗ്. അപ്പം ഞാൻ 6 മാസം വായിച്ചെന്ന് വെച്ചാൽ മൊത്തം 17 പുസ്തകങ്ങളെ വായിച്ചിട്ടുള്ളൂ. ഞാൻ മറ്റു കലാപരിപാടികളിലൊക്കെ എന്ന് വെച്ചാൽ വ്യായനയൊക്കെ ഇപ്പം പതുക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം വായിച്ച പുസ്തകങ്ങളിൽ 17 പുസ്തകങ്ങളാണ് മൊത്തം വായിച്ചത്. ഈ വായിച്ചതിൽ എനിക്ക് 5 out of 5 റേറ്റിംഗ് ഉള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 പുസ്തകങ്ങളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. റേറ്റിംഗിൽ നമ്പർ 1 ആണ്. ഒന്ന് ബ്ലോക്ക് 46ഉം ഒന്ന് ഈസി ബെല്ലിയുടെ ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ്. അപ്പോൾ ഈസി ബെല്ലിക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ്. സാഹിത്യ പ്രവർത്തക സംഘമാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കുന്നത്. ഇത് DC ബുക്സിൻ്റെയാണ്. ബ്ലോക്ക് 46 ജോഹാനാവ്. ഇത് രണ്ടുമാണ് 5 out of 5 കൊടുത്തിട്ടുള്ള. ബാക്കി ഒന്നും എന്താ പറയുക 5 വന്നിട്ടില്ല. ഇത് രണ്ടുമാണ് 5 out of 5 5 സ്റ്റാർ ബുക്സുകൾ. ഒന്ന് ബ്ലോക്ക് 46, ഒന്ന് ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും താല്പര്യമുള്ളവർക്ക് ഹൈലി റെക്കമെൻഡ് ബുക്കുകളാണ്. രണ്ടും കുറ്റാന്വേഷണമാണ്. കുറ്റാന്വേഷണം വായിക്കുന്ന ആൾക്കാർക്ക് മൈൻഡ് ബ്ലോയിങ് പുസ്തകങ്ങളാണ് ഇത് രണ്ടും. ഈ പ്രത്യേകിച്ച് ബെല്ലിയൊക്കെ കുറേ വർഷം മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ്. എന്നിട്ട് പോലും ഇത് പവർഫുൾ പുസ്തകം. സോ ഇതും ബ്ലോക്ക് 46, ഈ 2 പുസ്തകങ്ങളാണ് ഞാൻ എനിക്ക് 5 out of 5 സ്റ്റാർ ബുക്സ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് രണ്ടും വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇത്രയാണ് എനിക്ക് 6 മാസത്തെ വായനയെ പറ്റി പറയാനുള്ളത്. അപ്പം 5 സ്റ്റാർ ബുക്സും പറഞ്ഞു, ബാക്കി വായിച്ച പുസ്തകങ്ങളും പറഞ്ഞു. അപ്പം ഈ വീഡിയോയുടെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി.